ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ എന്താണ് HTML-ന്റെ കുറച്ച് ബേസിക്സിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ CSS-ന്റെ കുറച്ച് ബേസിക്സ് പഠിക്കാൻ പോകുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആക്ച്വലി CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTML നമ്മൾ കുറച്ചുകൂടി എന്താണ് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന പോലെ തന്നെ CSS is used to make our websites pretty. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ കാണിച്ചു തന്ന പോലെ തന്നെ ഇവിടെ CSS ഇല്ലെങ്കിൽ ഈ വെബ്സൈറ്റിന്റെ അവസ്ഥ ഇതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് CSS-ന്റെ സിൻടാക്സ് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ടേംസ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സെലക്ടർ എന്ന് പറയും, പിന്നെ പ്രോപ്പർട്ടി, വാല്യൂ. നമുക്ക് ജസ്റ്റ് നമ്മളെ എൻവയോൺമെന്റ് ഒന്ന് സെറ്റപ്പ് ആക്കാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോൾഡർ റെഡിയാക്കി വെക്കുക. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കൊരു HTML ഫയൽ വേണം. ഫസ്റ്റ് ഞാൻ ഇത് എൻ്റെ കോഡ് എഡിറ്ററിൽ ഓപ്പൺ ആക്കാം. ഈ ഫോൾഡറിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് ഒരു index.html എന്നുള്ള, ഇൻഡെക്സ് എന്നുള്ളത് നമ്മൾ നോർമലി കൊടുക്കുന്ന ഒരു എന്താണ് കൺവെൻഷനാണ്. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു വെബ്സൈറ്റിൻ്റെ ഏറ്റവും മെയിൻ ഹോം പേജ് നമ്മളെപ്പോഴും ഇൻഡെക്സ് ആയിട്ടാണ് കൊടുക്കാറ്. ഓക്കെ, index.html. ആൻഡ് ഇനി സൈഡ് ബാർ ഒന്ന് കളയാം. നമുക്ക് index.html ഒന്ന് ക്രോമിൽ ഓപ്പൺ ആക്കി ഇടാം. സോ എൻ്റെ ഒരു സൈഡിൽ എന്താണ് നമ്മളുടെ HTML ഫയൽ ഉണ്ട്, ആൻഡ് അതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മളെ ഔട്ട്പുട്ട് ഉണ്ട്. സോ ബേസിക് ആയിട്ടുള്ള ഒരു HTML ഫയൽ സാധനം ഞാനിവിടെ സെറ്റപ്പ് ആക്കാണ്. കുറച്ചുകൂടി ഒരു സ്പേസ് എടുക്കാം. ഓക്കെ, അതിന് ടൈറ്റിലൊക്കെ എന്താണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഞാൻ ജസ്റ്റ് എന്താണ് intro to CSS. ഓക്കെ, ഞാനിവിടെ ഫസ്റ്റ് തന്നെ ഞാനൊരു ഹെഡിങ് ആഡ് ചെയ്യാണ്. ഈ ഹെഡിങ്ങിൻ്റെ അകത്ത് this is a heading എന്ന് ഞാൻ കൊടുക്കാം. ഇനി സാധനം ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ദിസ് ഇസ് എ ഹെഡിങ് എന്നുള്ള ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ചെയ്തതാണ്. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് CSS-ന്റെ എങ്ങനെ ഒരു CSS പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നോക്കാം. CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ HTML എലമെന്റ്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇതിന്റെ സ്റ്റൈലാണ് എനിക്ക് മാറ്റേണ്ടത്. ഇതിനിപ്പോൾ എനിക്ക് കളർ ഒന്ന് റെഡ് ആക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് ഒരു വഴി വേണം, അതായത് ഈ H1 എലമെന്റിനെയാണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടത്, അതിന്റെ കളറാണ് മാറ്റേണ്ടത് എന്നുള്ളതിന് ആ ഒരു എലമെന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വഴി വേണം. അതാണ് ആക്ച്വലി നമ്മൾ CSS സെലക്ടേഴ്സ് കൊണ്ട് യൂസ് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. സോ CSS ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 വഴിയുണ്ട്. നമ്മളത് 3ഉം ചർച്ച ചെയ്യും. ബട്ട് ഫസ്റ്റ് തന്നെ ഇപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെഡ് എന്നുള്ള ടാഗ് ഉണ്ടല്ലോ, ഹെഡിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റൈൽ എന്നുള്ളൊരു ടാഗ് ഉണ്ട്. ആ സ്റ്റൈൽ എന്നുള്ള ഇതിൽ ടാഗിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആക്ച്വലി ഇപ്പോൾ CSS എഴുതാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ H1 ആണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, H1 എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റെ ഓപ്പണിംഗ് ആൻഡ് കേർലി ബ്രേസസ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആക്ച്വലി ഏതൊക്കെ CSS പ്രോപ്പർട്ടീസ് ഈ H1 ടാഗിന് വേണം എന്നുള്ളത് എഴുതുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ കളർ റെഡ് കൊടുത്തു, അത് സേവ് ചെയ്തു. ഇവിടെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ദിസ് ഇസ് എ ഹെഡിങ് എന്നുള്ളതിൻ്റെ കളർ എന്തായി, റെഡായി മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇവിടെ അത് എന്തായി, ബ്ലൂ ആയി മാറിയിട്ടുണ്ട്.
ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു എലമെന്റിനെ സെലക്ട് ചെയ്യുന്നത്. സോ ഈ സെലക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനത്തിന് പറയുന്നത് സെലക്ടേഴ്സ് എന്നുള്ളത്. സോ ഈ ഫസ്റ്റ് ഹെഡിങ്ങിനെ നമ്മൾ H1 എന്നുള്ള ടാഗ് നെയിം ആണ് ആക്ച്വലി. ഈ ടാഗിന്റെ H1 ടാഗിന്റെ ടാഗ് നെയിം ആണ് H1 എന്നുള്ളത്. അത് നമ്മൾ H1 എഴുതും. ഓപ്പണിംഗ് ബ്രേസസ്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് കേർലി ബ്രേസസ്, അതിന്റെ ഉള്ളിൽ നമ്മൾ കളർ എന്നുള്ളത് പറയുന്നത്. ഈ കളർ എന്നുള്ളത് ഇവിടെ എന്താണ്, ഒരു പ്രോപ്പർട്ടിയാണ്. ഈ H1 എലമെന്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് കളർ. അത് ബ്ലൂ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫോർ എക്സാമ്പിൾ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പം ഞാനത് റെഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റെഡായി മാറി. ഓക്കെ, ഇപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ടെക്സ്റ്റിന്റെ കളർ ബ്ലാക്ക് ആണ്. സോ നിങ്ങളിവിടെ ബാക്ക്ഗ്രൗണ്ട് റെഡ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ H1 എലമെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് റെഡായി. ഓക്കെ, ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു പാരഗ്രാഫ് ടാഗ് ഉണ്ടെന്ന് വിചാരിക്കും. നമുക്ക് ഒരു പാരഗ്രാഫ് ടാഗ് ഉണ്ട്, അതിൽ ഞാൻ കുറച്ച് ഡമ്മി ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ പാരഗ്രാഫ് ടാഗിന് വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഇവിടെ പി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്താക്കാം, ഒരു ഇതാണ് നോർമൽ ടാഗ് അവിടെ വന്നിട്ടുണ്ട്, മീൻസ് പാരഗ്രാഫ് അവിടെ വന്നിട്ടുണ്ട്. സോ നമ്മൾ ആ പാരഗ്രാഫിനെ സെലക്ട് ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം നമുക്ക് ഫസ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം കുറച്ച് കൂട്ടാം. അതിന് യൂസ് ചെയ്യുന്ന സാധനമാണ് ഫോൺ സൈസ്. ഇതുപോലുള്ള ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. ഫോൺ സൈസ് ഞാൻ പറയുന്ന ഒരു 32 പിക്സൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലുതായി. ഓക്കെ, സോ ഈ പി എന്നുള്ള ടാഗിനാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത്. സോ ഞാനിപ്പോൾ ഇതിന് നമുക്ക് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വേണ്ടിയിട്ട് മാറ്റാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഗ്രേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്തായി, ലൈറ്റ് ഗ്രേ ആയി മാറി. സോ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് CSS അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ പക്ഷേ ഒരു പാരഗ്രാഫ് ടാഗും കൂടി വന്നു വിചാരിച്ചു. അവിടെ ഒരു പാരഗ്രാഫ് ടാഗും കൂടി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആക്ച്വലി ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഫസ്റ്റത്തെ ഇതിന് മാത്രമേ വേണ്ടി വന്നിരുന്നുള്ളൂ. ഓക്കെ, ഈ സെക്കൻഡത്തതിന് എനിക്ക് ആക്ച്വലി വേണ്ടി വന്നിരുന്നില്ല. അപ്പോൾ ഇതിപ്പം നമ്മുടെ HTML ഡോക്യുമെന്റിൽ ഒരു 100 പാരഗ്രാഫ് ടാഗ് ഉണ്ടെങ്കിൽ ഈ പി എന്നുള്ള ടാഗ് നമ്മളിവിടെ സെലക്ടറായി യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ആ 100 പാരഗ്രാഫിനെയും ഈ പി അങ്ങ് സെലക്ട് ചെയ്താണ് അതിൻ്റെ മൊത്തം പ്രോപ്പർട്ടീസ് അങ്ങ് മാറും. ഇപ്പോൾ ഇവിടെ ഞാൻ ഫോണ്ട് ഇപ്പം കളർ ഒരു റെഡാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാ പാരഗ്രാഫ് ടാഗ്സിനെയും ബാധിക്കും. ഈ പാരഗ്രാഫ് ടാഗ്സിനെ ബാധിക്കും, ഇതിനെ ബാധിക്കും. അതേപോലെ ഇവിടെ മൾട്ടിപ്പിൾ H1s ഉണ്ടെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ H1s ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഈ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് റെഡ് എന്നുള്ള കാര്യം എല്ലാ H1നെയും ബാധിക്കും. അപ്പോൾ ഈ H1 എന്നുള്ള സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഡോക്യുമെന്റിലുള്ള എല്ലാ ഹെഡിങ് 1 ടാഗ്സിനെയാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും അത് വേണ്ട, അത്തരത്തിലുള്ള ഒരു ഇത് വേണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരുപാട് ഹെഡിങ്സ് ഉണ്ടാവും. മേ ബി ഒരു ഹെഡിങ്ങിന് നമുക്ക് വേണ്ടിയിട്ട് കളർ വേറെ വേണ്ടി വരും, ഒന്നിന് വേണ്ടിയിട്ട് വലിപ്പം കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് ഈ ഓരോ എലമെന്റിനെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ അതിനെ CSSൽ റെഫറൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എന്തെങ്കിലും ഒരു കാര്യം വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ്സസ് ആൻഡ് IDs യൂസ് ചെയ്യുന്നത്. ക്ലാസ്സസ് ആൻഡ് IDs യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒരു ആട്രിബ്യൂട്ട് ആണ്. സോ ഞാനിവിടെ ക്ലാസ് ഈക്വൽ ടു മെയിൻ ടൈറ്റിൽ എന്ന് കൊടുക്കുന്നു വിചാരിക്കും. ക്ലാസ് ഈക്വൽ ടു മെയിൻ ടൈറ്റിൽ എന്ന് കൊടുത്തിട്ട് ഇവിടെ ഡോട്ട് മെയിൻ ടൈറ്റിൽ എന്ന് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റും, ഇതിന് മാത്രമേ വരുള്ളൂ. ഈ മെയിൻ ടൈറ്റിൽ എന്നുള്ള ക്ലാസ് ഈ ആട്രിബ്യൂട്ട് ഓക്കെ
ഈ ആട്രിബ്യൂട്ട് ക്ലാസ് എന്നുള്ള ആട്രിബ്യൂട്ട് നമ്മളിവിടെ ഈ ഒരു H1 മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, മെയിൻ ടൈറ്റിൽ എന്നുള്ളത്. സോ ഇവിടെ നമ്മുടെ CSSന്റെ അകത്ത് ഡോട്ട് മെയിൻ ടൈറ്റിൽ ഈ ക്ലാസ്സസ് ആകുന്ന സമയത്താണ് ഇവിടെ ഞാൻ ആക്ച്വലി സെലക്ടിങ് ഇപ്പൊ ഫസ്റ്റ് നമ്മൾ സെലക്ടിങ് യൂസ് ടാഗ് നെയിംസ് എന്നുള്ളത് H1 യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തു. സെലക്ടിങ് യൂസസ് ക്ലാസ്സസ്. ഇപ്പൊ ഇവിടെ നമ്മളിവിടെ മെയിൻ ടൈറ്റിൽ എന്ന് കൊടുത്തിട്ടുള്ളത് ഈ ഒരു എലമെന്റിനെ മാത്രം സെലക്ട് ചെയ്തു. ആൻഡ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഈ ഒരു സാധനത്തിനും കൂടി ക്ലാസ് ഈക്വൽ ടു മെയിൻ ടൈറ്റിൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിനും ഈ എല്ലാ പ്രോപ്പർട്ടീസും അപ്ലിക്കബിൾ ആവും. സോ ഇപ്പൊ ഞാനിവിടെ ഫോണ്ട് സൈസ്, ഫോണ്ട് ഫാമിലി എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് അത് നമുക്ക് ഏത് ഫോണ്ട് യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിനെക്കുറിച്ച് കുറച്ച് പറയാനുണ്ട്. ബട്ട് റൈറ്റ് നൗ ഞാനിപ്പോൾ ലാറ്റോ എന്നുള്ളത് ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരു ഫോണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും ഇവിടെ ഫോണ്ട് മാറിയിട്ടുണ്ട്. ഇവിടെ റോബോട്ടോ എന്നുള്ളത് വേറൊരു ഫോണ്ടാണ്. ഇവിടെ ഫോണ്ട് മാറിയിട്ടുണ്ട്. ഇത് എഴുതിയതും ഇതും തമ്മിലുള്ള ഫോണ്ട് ആക്ച്വലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ ഇതുപോലുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ ഇപ്പോൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ടൈറ്റിൽ എന്നുള്ള ക്ലാസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഞാൻ ടൈറ്റിൽ 2 എന്നുള്ള ക്ലാസ് ഇവിടെ ഈ രണ്ട് എലമെന്റ്സിന് ടൈറ്റിൽ 2 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ എനിക്കിത് ഇനി അവരെ ഈ രണ്ട് എലമെന്റ്സിന് സെലക്ട് ചെയ്യണമെങ്കിൽ ഡോട്ട് ടൈറ്റിൽ 2, അതായത് ആ ക്ലാസ് നെയിം എന്തായിരുന്നു, ഇവിടെ നമ്മൾ ടൈറ്റിൽ 2 അല്ലേ കൊടുത്തത്, അതിന്റെ മുന്നിൽ ഒരു ഡോട്ട് ഇടുക. അത് നമ്മുടെ ബ്രൗസറിനോട് പറയണം ഓക്കെ ഇതൊരു ക്ലാസ് ആണ്, ആ ക്ലാസ്സിനെ ഒന്ന് സെലക്ട് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ക്ലാസ് എന്നുള്ള വേർഡ് വെച്ചിട്ട് എന്താണ് നമ്മൾ ഊപ്സിലേക്കൊന്നും പോകണ്ട. ഊപ്സ് എന്നല്ല, ജസ്റ്റ് ആ ഒരു ഇതൊന്ന് അങ്ങനത്തെ ഡൗട്ട്സ് ഒന്നും വേണ്ട. ഇവിടെ ടൈറ്റിൽ 2 എന്നുള്ള ഇത് വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. സോ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ രണ്ടും മാത്രം ബ്ലൂ ആയി. കുറച്ച് റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കളർ വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് രണ്ടും എന്തായി കഴിഞ്ഞു, വൈറ്റ് ആയി കഴിഞ്ഞു. സോ ഇവിടെ നമ്മൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് H1 സാധനങ്ങളുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ മെയിൻ ടൈറ്റിൽ എന്നുള്ളൊരു ക്ലാസ് ഈ ഫസ്റ്റത്തേതിനും ലാസ്റ്റത്തേതിനും കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും H1സിന് നമ്മൾ ഡോട്ട് മെയിൻ ടൈറ്റിൽ എന്നുള്ള ക്ലാസ് കൊടുത്തു. ആൻഡ് സെക്കൻഡത്തെയും തേർഡും നമ്മൾ ടൈറ്റിൽ 2 എന്നുള്ളൊരു ക്ലാസ് കൊടുത്തു. ഇതേപോലെ ക്ലാസ്സുകൾ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എലമെന്റ്സിനെ ആക്ച്വലി ഐഡന്റിഫൈ ചെയ്യാം. സോ ഇതിപ്പോൾ ഈ മെയിൻ ടൈറ്റിൽ എന്നുള്ളത് H1 ആവണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ ക്ലാസ് ഈക്വൽ ടു മെയിൻ ടൈറ്റിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താവും, ഇവിടെ ആപ്ലിക്കബിൾ ആവും. സോ ഇപ്പോൾ അവിടെ ഒന്നും കാണാത്തതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് റെഡ് സെറ്റ് ചെയ്തു. ഓക്കെ, മെയിൻ ടൈറ്റിൽ നിന്നെല്ലാം ബാക്ക്ഗ്രൗണ്ട് റെഡ് സെറ്റ് ചെയ്യുക. ഇവിടെ മെയിൻ ടൈറ്റിലൊക്കെ സെറ്റായി. പക്ഷെ ഇവിടെ വരുമ്പോൾ കളർ റെഡ് കൊടുത്തു. കളർ രണ്ടും റെഡ് ആയതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. ഇവിടെ ഞാനിപ്പോൾ വൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ സാധനം കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് ഒരു എലമെന്റ്സിനാവണമെന്നില്ല, നമുക്ക് ക്ലാസ്സുകൾ എത്ര വേണ്ടിക്കലും കൊടുക്കാം, ഏത് എലമെന്റ്സിന് വേണ്ടിക്കലും കൊടുക്കാം. ഇതിനിപ്പോൾ വേണമെങ്കിൽ ഞാൻ ക്ലാസ് ഈക്വൽ ടു ടൈറ്റിൽ 2 എന്ന് കൊടുക്കാം. അതിനിപ്പോൾ റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ആ ടൈറ്റിൽ 2ന് നമ്മൾ കൊടുത്ത പ്രോപ്പർട്ടീസ് എന്താണോ അതൊക്കെ എന്ത് ചെയ്തു ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഇനി ക്ലാസ്സസ് പോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, IDs എന്ന് പറയും. പക്ഷെ IDs നമ്മൾ എന്താണ് അധികം യൂസ് ചെയ്യാറില്ല. ക്ലാസ്സിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്നാണ് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് മൾട്ടിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. കോഡ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം, റീയൂസ് ചെയ്യാം. സോ റീയൂസബിലിറ്റി കൂട്ടുന്ന ഒരു സാധനമാണ് ആക്ച്വലി ക്ലാസ്സസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഒരു നമുക്ക് സെൻസ് ഉണ്ടാക്കുന്ന കുറച്ചൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഇത് മുഴുവൻ ഞാൻ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേജിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ടെക്സ്റ്റ് ഉണ്ട്. ബ്ലൂ ടെക്സ്റ്റും ഉണ്ട്, റെഡ് ടെക്സ്റ്റും.
സോ ഇപ്പം ഞാനിവിടെ ഒരു h1, this is a heading, p, this is a paragraph. So wait, കുറച്ചുകൂടി വലുതാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ. ഞാനിവിടെ h2, this is a text. ഈ ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തുണ്ട്, ഒരു ഹെഡിങ് ഉണ്ട്, വേറൊരു ഹെഡിങ് ഉണ്ട്, 2 പാരഗ്രാഫ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഒരു ഇത് രണ്ടിനും കളർ ബ്ലൂ കൊടുക്കണം എന്ന് വിചാരിച്ചോ. കളർ ബ്ലൂ കൊടുക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി പറയാം h1 കളർ ബ്ലൂ. ഓക്കെ, അതെന്ത് ചെയ്യും, ഇവിടെ ഇതിന് ബ്ലൂ കളറായി മാറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്നുള്ളത് പി കളർ റെഡ്. സോറി, ഓക്കെ, റെഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു, ഈ പിയും ഇതും കൂടി സെലക്ട് ആയി, അത് രണ്ടും റെഡായി. ഓക്കെ, അങ്ങനെയുള്ളൊരു ഇഷ്യൂ അവിടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്കിത് ക്ലാസ് വെച്ചിട്ട് റെഡിയാക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് h1-ന് ജസ്റ്റ് ബ്ലൂ ടെക്സ്റ്റ് എന്നുള്ള ക്ലാസ് കൊടുക്കാം. ബ്ലൂ ടെക്സ്റ്റ് എന്നുള്ളത് ഞാൻ കംപ്ലീറ്റ്ലി ആർബിട്രേറ്റ് അടിക്കുന്നതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അടിക്കാം. പക്ഷെ അപ്പോഴത് മറ്റൊരാൾ വായിക്കുമ്പോൾ ഓക്കെ ഇത് ഒരു മനസ്സിലാകുന്ന തരത്തിലാക്കാം. ബ്ലൂ ടെക്സ്റ്റ്. ഓക്കെ, ആൻഡ് ഇപ്പം ഞാൻ കളർ ബ്ലൂ കൊടുക്കുകയാണ്. ഇപ്പം എന്തായി, ഈ മൂലത്തെ രണ്ടെണ്ണത്തിനും ബ്ലൂ കളറായി. ഓക്കെ, ഇനി ഇവിടെ രണ്ടാമത്തതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലാസ് ഈക്വൽ ടു റെഡ് ടെക്സ്റ്റ്, ക്ലാസ് ഈക്വൽസ് ടു റെഡ് ടെക്സ്റ്റ്. ഓക്കെ, ഞാൻ ഡോട്ട് റെഡ് ടെക്സ്റ്റ് കളർ റെഡ് ഇത് കൊടുക്കാം. അത് റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത് റെഡായി കഴിഞ്ഞു. ഓക്കെ, സോ അപ്പം നമ്മൾ രണ്ട് ക്ലാസ് ഉണ്ടായിരുന്നു, ബ്ലൂ ടെക്സ്റ്റ് ഉണ്ടായിരുന്നു, റെഡ് ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നമ്മൾ റെഡ് ടെക്സ്റ്റ് എന്നുള്ള ക്ലാസ് ഇവിടെ കൊടുത്തു. ഓക്കെ, സോ മേ ബി നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു എലമെന്റ് ആഡ് ചെയ്യുന്നതായിരിക്കാം. മേ ബി നമുക്ക് വേറൊരു പാരഗ്രാഫും കൂടി ആഡ് ചെയ്യാം. അതിനിപ്പം ഞാൻ റെഡ് ടെക്സ്റ്റ് എന്നുള്ള ക്ലാസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഇതിനും റെഡ് ടെക്സ്റ്റ് വരും. ഓക്കെ, അത് ഞാനിപ്പോൾ ബ്ലൂ ടെക്സ്റ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, അത് ബ്ലൂ ടെക്സ്റ്റ് വരും. സോ നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴും ക്ലാസ് നെയിംസ് ആക്ച്വലി ഇവിടെ ഞാൻ 2 തവണയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ അത് നമുക്ക് എത്ര വേണമെങ്കിലും റീയൂസ് ചെയ്യാം, എത്ര എലമെന്റ്സിന് വേണ്ടിക്കും റീയൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ക്ലാസ്സസ് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആണ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ആക്ച്വലി ആരോ ഡ്രോ ചെയ്യുന്നുണ്ടോ, ചാറ്റിൽ എന്തെങ്കിലും ഉണ്ടോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലാസ് ഇവിടെ വരച്ചത് എന്താ? നമുക്കിവിടെ ആരാണ് ഇപ്പോൾ സ്ക്രീനിൽ വരച്ചത്, അതൊന്ന് റിമൂവ് ചെയ്യുമോ? ഓക്കെ, താങ്ക്സ്. അതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിട്ട് വരച്ചതാണോ? ഹലോ, ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സസ് എന്ത് ചെയ്യാം, റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് ക്ലാസ്സസ്. ആൻഡ് ഈ ക്ലാസ്സസ് പോലെ തന്നെ യൂസ് ചെയ്യുന്ന വേറൊരു സാധനമുണ്ട്, ID എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. ID നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു ഒറ്റ എലമെന്റിനെ, ആ ഒരു സാധനം റീയൂസിങ് ഒന്നുമില്ല, ജസ്റ്റ് ആ ഒറ്റ ഒന്ന് മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്
ഐ ഡി എന്ന് പറയുന്നത്. അപ്പോൾ H1 ഇപ്പോൾ ഐ ഡി ഞാൻ എന്താണ് കൊടുക്കുക, മൈ നെയിം എന്നുള്ള ഐ ഡി ആണ് കൊടുക്കുന്നതെങ്കിൽ അവകാശ് ഐ ഡി വെച്ചിട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് സ്ലാഷ് ആണ് യൂസ് ചെയ്യുക, ഡോട്ടിന് പകരം സ്ലാഷ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, കളർ പലപ്പോഴും നമ്മൾ HTML ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺവെൻഷനാണ് പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ കൊടുക്കാറില്ല. സ്പേസിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഡാഷ് ഇടാറാണ്. അപ്പം മൈ നെയിം എന്നുള്ളത് മൈ ഡാഷ് നെയിം ആണ്, നമ്മൾ അതാണ് ഒരു കൺവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോണ്ട് സൈസ് പിക്സൽസ്, ഇവിടെ ആകാശ് എന്നുള്ള സാധനം വന്നു. അത് ഇവിടെ നമ്മൾ ഐ ഡി ആണ് യൂസ് ചെയ്തത്. ക്ലാസ്സും ഐ ഡിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സുകൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യും, റീയൂസ് ചെയ്യും. ഐ ഡിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഡി ഒറ്റ ഒന്നിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എലമെന്റിനെ സ്പെസിഫിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ഡി യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് വേറൊരു ഇതിൽ ഐ ഡി ഈസ് ഈക്വൽ ടു മൈ നെയിം, ഇത് അലൗഡ് അല്ല. ഇത് എന്താണ് സെയിം ആയിട്ട് റെൻഡർ ചെയ്ത് വരും, ബട്ട് ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ആ ഒരു യൂസ് ചെയ്യാത്തൊരു കാര്യമാണ്. ഇത് വളരെ HTML ഇപ്പം നമ്മൾ ഇങ്ങനെ പറയും HTML വാലിഡേറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വാലിഡേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന HTML പെർഫെക്റ്റ് ആണോ, നമ്മൾ അതിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളത്. ഇപ്പം നമ്മളെ കമ്പൈലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു സാധനമാണ് HTML വാലിഡേറ്റർ. അവിടെ നിങ്ങൾ കൊണ്ടുപോയി ഇടുകയാണെങ്കിൽ ഐ ഡി 2 തവണ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇഷ്യൂസ് ഉണ്ടാക്കും. ആൻഡ് പലപ്പോഴും ജാവാസ്ക്രിപ്റ്റിലൊക്കെ നമ്മൾ ഐ ഡി മാത്രം ഉപയോഗിച്ചിട്ട് ഒരു എലമെന്റിനെ റെഫർ ചെയ്യാൻ നോക്കുമ്പോൾ 2-3 അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇഷ്യൂസ് ഉണ്ടാക്കും. സോ ഐ ഡി എന്നുള്ളത് ഒറ്റ തവണ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒറ്റ ഒരു എലമെന്റിനെ സ്പെസിഫിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ് ഐ ഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പം സെലക്ടിങ് യൂസിങ് ക്ലാസ്സസ് പറഞ്ഞു. ക്ലാസ് ആണ് വൺ ഓഫ് ദ മോസ്റ്റ് യൂസ് സെലക്ടേഴ്സ്. ഓക്കെ, ക്ലാസ്സാണ് നമ്മളെപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഒരു നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം. ക്ലാസ്സസ് ഭയങ്കര ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഐ ഡീസ് നമ്മൾ വളരെ അപൂർവമായിട്ട് യൂസ് ചെയ്യാറുള്ളൂ CSS-ന്റെ എന്തായാലും ബിക്കോസ് നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റൈൽസ് ഒക്കെ തന്നെ എന്താണ്, ഇപ്പം ടെക്സ്റ്റ് ബ്ലൂ ടെക്സ്റ്റ് എന്നുള്ളത് ഞാൻ വളരെ ജനറിക് ആയിട്ടുള്ള എക്സാമ്പിൾ ആയിരുന്നു. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ബട്ടൺ ഉണ്ടെന്ന് വിചാരിക്കാം, ആ ബട്ടന്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മേ ബി ബ്ലൂ ബട്ടൺ എന്നുള്ള ഒരു കാര്യം നമ്മൾ പിന്നെയും യൂസ് ചെയ്യും. പലപ്പോഴും ഒറ്റ ഒരു എലമെന്റിന് മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ സ്റ്റൈൽ ചെയ്യേണ്ട ഒരവസ്ഥ വളരെ ചുരുക്കമാണ്. ബട്ട് ജസ്റ്റ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് CSS പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോ കളർ നമ്മൾ പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒരു H1 മാത്രമാക്കിയിട്ട് ഇടാം, ബാക്കിയൊക്കെ ഞാൻ റിമൂവ് ചെയ്യാം. ടെക്സ്റ്റ് ഹെഡിങ്. ഓക്കെ, നമ്മൾ കളർ പറഞ്ഞു. കളറിന് പറഞ്ഞതിന് ശേഷം ഇന്നലെ നമ്മൾ അലൈൻ എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആട്രിബ്യൂട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ യൂസ് ചെയ്യാറില്ല. അതിന് പകരം എന്താണ്, ടെക്സ്റ്റ് അലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു CSS പ്രോപ്പർട്ടി ഉണ്ട്. ടെക്സ്റ്റ് അലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെന്റർ, റൈറ്റ്, ലെഫ്റ്റ്, ഈ 3 വാല്യൂസ് ആണ് അതിനുള്ളത്. ഇപ്പം ഞാൻ റൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് ഡോട്ട് അലൈൻ ലെഫ്റ്റ്, text align left, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ 3 ക്ലാസ് ഉണ്ടാക്കുന്നു, അലൈൻ ലെഫ്റ്റ്, അലൈൻ റൈറ്റ്, അലൈൻ സെന്റർ. അത് ഒന്ന് ലെഫ്റ്റ്. നെക്സ്റ്റ് ടൈം എനിക്കൊരു ഹെഡിങ് ഉണ്ട്, അതിന് ഞാൻ കൊടുക്കുന്നത് നോർമലി അലൈൻ ലെഫ്റ്റ് ആണ് എപ്പോഴും ഡിഫോൾട്ട് ആയിട്ടുള്ളത്.
ഇതിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ദിസ് ഈസ് ലെഫ്റ്റ് അലൈൻ, ദിസ് ഈസ് റൈറ്റ് അലൈൻ, ദിസ് ഈസ് സെന്റർ എന്നുള്ളത്. അപ്പം നമ്മൾ എന്താ ചെയ്തത്, നമ്മളിവിടെ ദിസ് ഈസ് ലെഫ്റ്റ് അലൈൻ എന്നുള്ള ഈ ഒരു H1 എന്ത് കൊടുത്തു, ക്ലാസ് അലൈൻ ലെഫ്റ്റ്. അപ്പം നമ്മൾ എന്താണ്, ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റ് ആണ്. ഇവിടെ അലൈൻ റൈറ്റ്, ടെക്സ്റ്റ് അലൈൻ റൈറ്റ് ആണ്. ഇവിടെ അലൈൻ ലെഫ്റ്റും അലൈൻ റൈറ്റും അലൈൻ സെന്ററും ഈ ക്ലാസ് നെയിംസ് കംപ്ലീറ്റ്ലി ജനറിക് ആണ് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിത്തിങ്, ഇപ്പം class 1, class 2, class 3 സെയിം സാധനം ഇവിടെയും കൊടുത്താൽ മതി. ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിന് മാറ്റം ഉണ്ടാവില്ല. ബട്ട് ഒരാൾ നിങ്ങളെ കോഡ് എടുത്ത് നോക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവില്ല. ക്ലാസ് 1 എന്ന് ഉണ്ടാക്കുമ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബട്ട് ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ടുള്ള നെയിമിംഗ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു ടീമിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കും. ഒരു ടീമിൻ്റെ അകത്ത് നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, ഓക്കെ അലൈൻ ലെഫ്റ്റ്, മിക്കവാറും ദിസ് ഇസ് ലെഫ്റ്റ് അലൈൻ. ഔട്ട്പുട്ടും കണ്ടു, ഓക്കെ അത് ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാം. ഓക്കെ, സോ റീഡബിലിറ്റി ഫാക്ടറിനാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. സോ ഇത് ടെക്സ്റ്റ് അലൈൻ എന്നുള്ളൊരു പ്രോപ്പർട്ടിയാണ്. നേരത്തെ നമ്മൾ കളർ നോക്കി. ഇനിയിപ്പം ഞാനിത് റിമൂവ് ചെയ്യാം. ഓക്കെ, നമുക്ക് വേണ്ടിക്ക് നമ്മുടെ HTML ഈ ബോഡി ഉണ്ടല്ലോ, ഈ ബോഡി കംപ്ലീറ്റ്ലി വേണ്ടി നമുക്ക് സെലക്ട് ചെയ്യാം. ബോഡി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഗ്രേ ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ബോഡി ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ എന്തായി, ഗ്രേ ആയിട്ടുണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഗ്രേ. സോ ദിസ് ഇസ് ലെഫ്റ്റ് അലൈൻഡ്, അത് ഓട്ടോമാറ്റിക്കലാണ്. ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു ക്ലാസ് എക്സിസ്റ്റിംഗ് അല്ല. ഓക്കെ, ബോഡി വേണ്ടിയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഇതേപോലെ ബോഡി എന്നുള്ള ടാഗ് നെയിമാണ്. ആ ടാഗ് നെയിം യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ബാക്ക്ഗ്രൗണ്ട് നോക്കി. ഇനിയിപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാം. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നു ദിസ് ഇസ് എ ഹെഡിങ്, ദിസ് ഇസ് അനദർ ഹെഡിങ്, ഹിയർ വി ഗോ വൺ മോർ ഹെഡിങ് കൊടുക്കണം. ആൻഡ് നെക്സ്റ്റ് ഞാനിവിടെ ബോഡി കളർ ഗ്രീൻ ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത് മുഴുവൻ ഗ്രീൻ ആവും. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ തൽക്കാലം നമുക്ക് വൈറ്റ് ആക്കി വെക്കാം. ഇത് മുഴുവൻ എന്താവും, ഗ്രീൻ ആയി മാറും. ഗ്രീൻ ആയി മാറുന്ന സമയത്ത് അതെന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മുടെ CSSന്റെ പേരെന്താണ്, CSSന്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്സ് എന്നാണ് CSSന്റെ ഫുൾ ഫോം തന്നെ. സോ ഇത് കാസ്കേഡിങ്ങിന്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർ ഡൗൺ എന്നാണ്. ഈ കാസ്കേഡിങ്ങിന്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർ ഡൗൺ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരന്റ് ചിൽഡ്രൻ റിലേഷൻഷിപ്സ് ആണ്. അതായത് ഇവിടെ ബോഡി എന്നുള്ള ടാഗിന്റെ ചിൽഡ്രൻ ആണ് ഈ 3 H1. ഓക്കെ, ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ ഉള്ളിൽ വരുന്നത്. ഇവിടെ ബോഡി ഇപ്പം CSS യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ഉണ്ട്, റിലേഷൻഷിപ്സിന്റെ ടേംസ്. അത് പാരന്റ് എലമെന്റ്, പിന്നെ എന്താണ് ചിൽഡ്രൻ എലമെന്റ് ഓർ ചൈൽഡ് എലമെന്റ്, പിന്നെ സിബ്ലിംഗ് എന്നുള്ളത്. 3 എലമെന്റ്, 3 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ട്. സോ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോഡി എന്താണ്, H1ന്റെ പാരന്റ് ആണ് ബോഡി. ഓക്കെ, H1ന്റെ പാരന്റ് ആണ് ബോഡി. ഇവിടെ നിങ്ങൾ ഹെഡ് എടുത്തു കഴിഞ്ഞാൽ ഹെഡും ബോഡിയും എന്താണ്, ഹെഡും ബോഡിയും സിബ്ലിങ്സ് ആണ്. കാരണം അവർ ഒരേ ലെവലിലാണുള്ളത്. ഹെഡും ബോഡിയും സിബ്ലിങ്സ് ആണ്. H1 ബോഡിയുടെ ചൈൽഡ് ആണ് ആൻഡ് ബോഡി H1ന്റെ പാരന്റ് ആണ്. ജസ്റ്റ് ആ ഒരു ഇതൊന്ന് ഓർമ്മിച്ച് വെക്കാം.
അതിന് പ്രത്യേകിച്ച് അപ്ലിക്കേഷൻസ് ഒന്നുമില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ബോഡീൻ്റെ കളർ എന്ത് ചെയ്തു, ഗ്രീൻ ആയി സെറ്റ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചിൽഡ്രൻ്റെ ഒക്കെ കളറ് ഗ്രീൻ ആയിട്ട് മാറും. ഇതൊക്കെ എന്ത് ചെയ്യും, ആ വാല്യൂ ഇൻഹെറിറ്റ് ചെയ്യും. ഈ ബോഡിയിൽ നിന്ന് പാരന്റ് എടുക്കുന്ന ഈ വാല്യൂ ഇൻഹെറിറ്റ് ചെയ്യും, കളർ എന്നുള്ള വാല്യൂ. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ഞാനിപ്പോ H1 കളർ ഗ്രീൻ ബ്ലൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആ H1 മുഴുവൻ ബ്ലൂ ആവും. അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് താഴത്തുനിന്ന് മുകളിലോട്ടേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പൊ ബോഡി എന്ത് സംഭവിച്ചു, ഗ്രീൻ സെറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഗ്രീൻ ആണ്, ബട്ട് ഇവിടെ H1 എന്ത് ചെയ്തു, ബ്ലൂ ആണ്. അപ്പൊ അത് ഓവർ റൈഡ് ആയി. ഓക്കെ, ഫസ്റ്റ് ഗ്രീൻ ആയിരുന്നു, പിന്നെ H1 സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൊടുത്തപ്പോൾ അത് ഓവർ റൈഡ് ആയി. ഇപ്പൊ ഇവിടെ ഒരു P ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഗസ് ചെയ്യാം. ഗ്രീൻ ആയിരിക്കോ ബ്ലൂ ആയിരിക്കോ? ഓഫ് കോഴ്സ് അത് ഗ്രീൻ ആയിരിക്കും, കാരണം നമ്മൾ ഇവിടെ H1 കളർ മാത്രമാണ് മാറ്റിയിട്ടുള്ളത്. ബോഡിക്ക് ഗ്രീൻ സെറ്റ് ചെയ്തതോടെ എന്ത് സംഭവിച്ചു, ആ ബോഡിയിലുള്ള ബാക്കി എല്ലാത്തിൻ്റെയും കളർ എന്തായി, ഗ്രീൻ ആയി മാറി. നമ്മളിവിടെ H1 മാത്രമാണ് എന്ത് എന്താക്കിയത്, ബ്ലൂ ആക്കിയത്. സോ H1 റിമെയിൻസ് ബ്ലൂ ആൻഡ് P റിമെയിൻസ് ഗ്രീൻ. ഓക്കെ, ഇനി HTML നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് div എന്ന് പറയുന്നത്. div എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി CSS പ്രോപ്പർട്ടീസ് നോക്കിയിട്ട് divലേക്ക് പോവാം. ഓക്കെ, ഹെഡിങ് നമ്മൾ ടെക്സ്റ്റ് അല്ലെങ്കിൽ പറഞ്ഞു, കളർ പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു. ഫോണ്ട് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഫോണ്ടാണ് വേണ്ടതെന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് പേര് കൊടുക്കുന്നതാണ്, നമുക്ക് റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ roboto font എന്നുള്ളൊരു ക്ലാസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ഫോണ്ട് നെയിംസ് ആണ്, അത് ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നതാണ്. ഓക്കെ, സോ ഇവിടെ ഇവിടെ ഞാൻ എന്ത് ചെയ്യും, ഫോണ്ട് ഫാമിലി roboto, ഫോണ്ട് ഫാമിലി ലാറ്റോ, ഇതൊക്കെ ഓരോ ഫോണ്ടിന്റെ പേരാണ് കേട്ടോ. ലാറ്റോ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോന്നും ഓരോ ഫോണ്ടാണ്. ഇത് റോബോട്ടോ ഫോണ്ടാണ്, ഇത് ലാറ്റോ ഫോണ്ടാണ്, ഇത് ഓസ്വാൾഡ് ആണ്. ഓക്കെ, അതാണ് ഫോണ്ട് ഫാമിലി എന്നുള്ളത്. നെക്സ്റ്റ് വൺ എന്നുള്ളത് ബോൾഡ് എന്നുള്ള, ഇപ്പോൾ ഈസ് ബോൾഡ് എന്നുള്ള ഒരു ക്ലാസ് ഞാൻ ഉണ്ടാക്കുകയാണ്. അതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണ്ട് വെയിറ്റ് ആണ്. ഫോണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100, 200, 300 ആൻഡ് അപ് ടു എന്താണ് 900 വരെയാണ് മോസ്റ്റ് ഓഫ് ദ ഫോൺസിനും ഉണ്ടാവാറുള്ളത്. സോ ഇതിൽ 100 എന്ന് പറയുന്നതിന് നമ്മൾ ലൈറ്റർ എന്ന് പറയും. ഓക്കെ, അതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോണ്ട് വെയിറ്റ് ഞാൻ 100 കൊടുത്തു കഴിഞ്ഞാൽ, ഇത് ബോൾഡ് ആണല്ലേ, ഇവിടെ is light 100.
ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ എം ബോൾഡ്, ഐ എം ലൈറ്റ്. ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തിക്നെസ് ആണ്. അപ്പൊ 100 എന്ന് പറയുമ്പോൾ ഏറ്റവും തിക്ക് കുറഞ്ഞത്, 200 നിന്ന് കുറച്ച് കൂടുതൽ, 300, 400 ആണ് നമ്മുടെ റെഗുലർ എന്ന് പറയുന്നത്, നോർമൽ ആയിട്ടുള്ളത്. പിന്നെ 500, 600, 700, 800, 900. സോ ഇതിനകത്ത് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫോൺ വെയ്റ്റ്സ് എന്തെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ്, ആൻഡ് 200 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 അല്ല 400 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലർ, അത് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് 600 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെമി ബോൾഡ്, 700 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൾഡ്, 900 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ബ്ലാക്ക്. അതായത് അത്രയും തിക്കായിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് റെഡിയാക്കി വെക്കാം. സോ ഇവിടെ ഈ സ്പോൾട്ട് ഇതിൻ്റെ ഫോൺ ഫാമിലി, അതായത് ഫോണ്ട് നമ്മളെന്താ ഞാൻ ലാറ്റോ ആക്കി വെക്കുകയാണ്. നമുക്കിതാ ഇതേപോലെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എലമെന്റിന് തന്നെ എത്ര ക്ലാസ് വേണ്ടിയിട്ടും കൊടുക്കാം. ഇപ്പം ഈസ് ലാറ്റോ ഈസ് ബോൾഡ്, അപ്പോൾ അതൊരാൾ വായിക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ ഇത് ഫോണ്ട് ലാറ്റോ ആണ്, ഇത് ബോൾഡ് ആണെന്നുള്ള ഒരാൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് എന്താണ് ക്ലാസ്സസ് അതിന് അപ്ലൈ ആവും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാറ്റോ ഫോണ്ട്, അത് ഫോണ്ട് ലാറ്റോ ആക്കും. ഈസ് ബോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ വെയിറ്റ് 700 ആക്കി മാറ്റും. ഓക്കെ, ഇനി ഞാൻ ഡോട്ട് ഈസ് ലൈറ്റ്. ഓക്കെ, ഈസ് ലൈറ്റ് നമ്മൾക്ക് ഓൾറെഡി ഉണ്ട്. ഈസ് നോർമൽ, ഫോണ്ട് വെയിറ്റ് 400 ആണ്. ഓക്കെ, ഈസ് സെമി, ഈസ് സെമി ബോൾഡ്, ഈസ് നോർമൽ അതൊക്കെ ഞാൻ കൊടുക്കുന്നതാണ്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പേര് കൊടുക്കുന്നതാണ്. ഈസ് സെമി ബോൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫോണ്ട് വെയിറ്റ് 600 ആണ്. ആൻഡ് ദെൻ ഈസ് ബോൾഡ്, അത് നമ്മൾ 700 ആക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഈസ് ബ്ലാക്ക്, ഫോണ്ട് വെയിറ്റ് 900 ആണ്. ഓക്കെ, സോ ഇത് മുഴുവൻ ഞാനിവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ ഐ ആം ലൈറ്റ്, ഐ ആം നോർമൽ, ഐ ആം ബോൾഡ്. ഓക്കെ, ബോൾഡ് അവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്നുള്ളത് ഓക്കെ, ഇവിടെ സെമി ബോൾഡ് വരേണ്ട ആവശ്യമുണ്ട്. സെമി ബോൾഡ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആക്ച്വലി ലൈറ്റ്, നോർമൽ, സെമി ബോൾഡ്, ബോൾഡ്, ബ്ലാക്ക് നമുക്ക് അത് ആ ഒരു കുറച്ചുകൂടി ഒരു തിക്കാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കൃത്യമായിട്ടും മനസ്സിലാവാത്തതാണ് തോന്നുന്നു. ജസ്റ്റ് ഞാൻ സെയിം ടെക്സ്റ്റ് ആക്കി നോക്കാം. എന്താണ് ഇത് ആക്ച്വലി കീ വെയിറ്റ് കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു ഫോണ്ട് ഞാനത് നോക്കട്ടെ. ജസ്റ്റ് ഓക്കെ, മേ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഫോൺ എടുക്കുന്ന സമയത്ത് ഫോൺസിനെ കുറിച്ച് കുറച്ചുകൂടി പറയാനുണ്ട്. നമ്മൾ ഒരിക്കലും ജസ്റ്റ് ഇങ്ങനെ റോബോട്ടോ ലാറ്റോ ഓസ്വാൾഡ് കൊടുത്ത് ഒഴിവാക്കാൻ പാടില്ല. നമ്മളെപ്പോഴും, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ PC-യിൽ ഉണ്ടാകുന്ന സമയത്ത് ഈ ബ്രൗസർ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രൗസറിനകത്ത് ആ ഫോൺ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കുക. സോ എൻ്റെ PC-യിൽ ഒരു പക്ഷേ റോബോട്ടോ ഞാൻ
ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അതൊരു ഫോണ്ടാണ്. ഇപ്പം നമ്മുടെ ടൈംസ് ന്യൂ റോമൻ, നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ടെല്ലാം വെക്കാൻ വേണ്ടി ടൈംസ് ന്യൂ റോമൻ അല്ലേ ഫോണ്ട് പറയാറ്. ആ ഒരു എന്താണ് ഫോണ്ട് ഞാൻ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിലുണ്ടാവും. ബട്ട് പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ലാറ്റോ എന്നുള്ള ഫോണ്ടൊന്നും അധികാരം യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, ആൻഡ് ആരുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കില്ല. അപ്പം നമ്മളിത് എപ്പോഴും ഒരു അതിന് ഏറ്റവും കൂടുതൽ ഫോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വെബ്സൈറ്റ് ആണ് fonts.google.com എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടം പോലെ ഫോൺസ് ഉണ്ടാവും, ഒരുപാട് ഫോൺസ് ഉണ്ടാവും. ഇപ്പം മലയാളം ഫോൺസ് ആണെങ്കിൽ മലയാളം ഫോൺസ് ഉണ്ടാവും, ഹിന്ദി, ഇംഗ്ലീഷ്, പലതരത്തിലുള്ള ഫോൺസ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ ആക്ച്വലി ഫോണ്ട് എടുക്കുക. അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അപ്പം നമുക്ക് ഈ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒരു എന്താണ് കുറച്ചുകൂടി ക്ലിയർ ആകുന്ന തരത്തിൽ നമുക്ക് അന്നേരം സംസാരിക്കാം. ഇപ്പം ജസ്റ്റ് മനസ്സിലാക്കാം, ഫോൺ വെയിറ്റ് എന്നുള്ളത് അതിൻ്റെ വെയിറ്റ് സെറ്റ് ചെയ്യുന്നതാണ്. വെയിറ്റ് 100. ഓക്കെ, ഓക്കെ, അതാണ് ഇപ്പോൾ ഫോൺ വെയിറ്റിന്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, ഈ ഫോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി എല്ലാ ഫോൺസിനും എല്ലാ വെയിറ്റ്സും ഉണ്ടാവില്ല. അതായത് ഫോണ്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഹാൻഡ് ഡിസൈൻഡ് ആയിട്ട് വരുന്നതാണ്. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും 12 സ്റ്റൈൽസ് എന്നുള്ളത്, 12 സ്റ്റൈൽസ് എന്നുള്ളത്. ഇപ്പം ഏറ്റവും തിന്നായിട്ടുള്ളത് 100, ഇറ്റാലിക് ഉള്ള സാധനമുണ്ട്. ഇങ്ങനെ ഓരോ ഇതുണ്ടല്ലോ, എന്താണ്, ഓരോ വെയിറ്റിൽ വരുന്ന ഫോൺസ് ആണ്. ഈ റോബോട്ടോ എന്നുള്ള ഫോണിൻ്റെ അകത്ത് അറൗണ്ട് 12 ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഉണ്ട്. ബട്ട് ഇപ്പം നമ്മൾ ചിലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഈ ഒരു ഫോണൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി 1 സ്റ്റൈൽ മാത്രമേ ഉള്ളൂ. അതായത് അതിന് വേറെ ഡിഫറെൻ്റ് ആയിട്ട് ഒന്നുമില്ല. നമുക്കിപ്പോൾ എന്താണ് ബോൾഡ് കൊടുക്കാൻ പറ്റില്ല, അതേപോലെ എന്താണ് ബ്ലാക്ക് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ആകെ 400 മാത്രമേ സ്റ്റൈൽ ഉള്ളൂ. അപ്പം മേ ബി ഇപ്പം നമുക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാകാത്തതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ സ്റ്റൈലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല. അതായത് 100, 200, 300 അതൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല. അതെങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളത് നമ്മൾ കുറച്ച് മിനിറ്റ് നോക്കാം. കാരണം ഇപ്പം നമ്മൾ സ്റ്റൈൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ്, എന്താണ് ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ആക്ച്വലി സ്റ്റൈൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ HTML കൂടെ തന്നെയാണ്. പക്ഷെ ആക്ച്വലി ഇങ്ങനെയല്ല നമ്മൾ ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HTML ഈ CSS നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്തിട്ട് വേറൊരു ഫയലിലാക്കും. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കാം. 3 തരത്തിലാണ് ആക്ച്വലി CSS എഴുതാൻ പറ്റുക. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ HTML തന്നെ സ്റ്റൈൽ ടാഗ് യൂസ് ചെയ്തിട്ട് സ്റ്റൈൽ ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മളിത് എഴുതുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇപ്പം ഞാനിവിടെ ഒരു p ടാഗ് ഇടാം. ഓക്കെ, ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കിവിടെ ഇതിന് ജസ്റ്റ് സ്റ്റൈൽ കൊടുക്കണമെങ്കിൽ സ്റ്റൈൽ ഈക്വൽ ടു കളർ റെഡ്. ഇപ്പം എന്തായി, ഇവിടെയല്ല നമ്മൾ എഴുതിയത്, ഇവിടെയാണ്. ഇതിനെ നമ്മൾ ഇൻലൈൻ സ്റ്റൈൽസ് എന്ന് പറയും. അതായത് ആ ടാഗിൻ്റെ കൂടെ തന്നെ സ്റ്റൈൽ എന്നുള്ള ആട്രിബ്യൂട്ട് വെച്ചിട്ട് കൊടുക്കുന്നത്. കാരണം ഇതൊരിക്കലും റെക്കമെൻഡഡ് അല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പോൾ നോർമൽ ഒരു HTML പേജിൽ അതൊരു വെബ്സൈറ്റിനെ ആയിക്കഴിഞ്ഞാൽ നോർമൽ ഒരു വെബ്സൈറ്റിൽ അത് ഒരിക്കലും ഇത്ര കുറച്ച് എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഒരുപാട് എലമെന്റ്സ് ഉണ്ടാവും. ആ ഒരുപാട് എലമെന്റ്സ് ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെയാണെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഒരു സാധനം മാറ്റേണ്ടെങ്കിൽ തന്നെ അത് മുഴുവൻ നോക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് അത് ഇൻലൈനായിട്ട് എഴുതുന്നത്, അതായത് സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് CSS എഴുതുന്നത് ഭയങ്കര നല്ലതല്ല. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര CSS പ്രോപ്പർട്ടീസ് വേണമെങ്കിലും എഴുതാൻ വേണ്ടി പറ്റും. എത്ര CSS പ്രോപ്പർട്ടീസ് വേണമെങ്കിലും എഴുതാൻ വേണ്ടി പറ്റും. പക്ഷെ ഇത് എന്തല്ല, റെക്കമെൻഡഡ് അല്ല. ഓക്കെ, നെക്സ്റ്റ് എന്നുള്ളത് ഈ ഒരു വഴിയാണ്. ഇതും ആക്ച്വലി എന്തല്ല, റെക്കമെൻഡ് അല്ല. ഇത് റെക്കമെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മൾ പെർഫോമൻസിൻ്റെ ഇതിലൊക്കെ നോക്കുമ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത്. അത് ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അത്ര ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏറ്റവും റെക്കമെൻഡഡ് വേ എന്ന് പറയുന്നത് ഈ ടാഗ്സ്. ഇപ്പോൾ
ഓക്കെ, ഈ ഒരു സ്റ്റൈൽസ് മുഴുവൻ എനിക്ക് വേറൊരു ഫയലിലേക്ക് എന്ത് ചെയ്യണം, മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഇത് മുഴുവൻ ഞാൻ റിമൂവ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാനൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്, style.css. ഇതിൻ്റെ എക്സ്റ്റൻഷൻ നോക്കാം, .css ആണ്. ഓക്കെ, അപ്പം ഞാനിത് എന്ത് ചെയ്തു, ഡയറക്റ്റ് വേറെ സ്റ്റൈൽ ടാഗ് അങ്ങനെയൊന്നുമില്ല, ഡയറക്റ്റ് ഞാനിവിടെ CSS പേസ്റ്റ് ചെയ്തു. ഓക്കെ, അത് സേവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പോയി, നമ്മൾ അപ്ലൈ ചെയ്തിരുന്ന CSS കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പേജിന് ഒരു അറിവുമില്ല style.css എന്നുള്ളൊരു ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നോ അതിൻ്റെ അകത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള സ്റ്റൈൽസ് ഉണ്ടോയെന്ന് ഈ ഒരു HTML ഫയലിന് ഒരു അറിവുമില്ല. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ടാഗ് ഉണ്ട്, ലിങ്ക് rel ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് href ഈക്വൽ ടു അതിൻ്റെ ലൊക്കേഷൻ /style.css. ഓക്കെ, അതിൻ്റെ പാത്ത് ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് എന്ത് ചെയ്യാം, അത് തിരിച്ചു വരും. ഈ ടാഗ് ഒന്ന് ആലോചിച്ച് നോക്കുക, ലിങ്ക് ടാഗാണ്. rel എന്നുള്ളത് റിലേഷൻഷിപ്പ് ഓഫ് ദ ലിങ്ക് ഡോക്യുമെന്റ് വിത്ത് കറന്റ് ഡോക്യുമെന്റ്. അപ്പോൾ ഇത് നമുക്കറിയാം, ഇതൊരു CSS ഇതാണ്. അപ്പോൾ സ്റ്റൈൽ ഷീറ്റ് ആണ് rel എന്നുള്ളത്. href എന്നുള്ളത് നമ്മളതിൻ്റെ പാത്ത്, എന്താണ് ലിങ്ക്, ഈ നമ്മുടെ CSS ഫയലിൻ്റെ പാത്ത്. ഇതിപ്പം നമ്മുടെ സെയിം ഡയറക്ടറിയിലായതുകൊണ്ട് style.css ആണ്. ഇപ്പോൾ ഞാൻ CSS എന്നുള്ള ഒരു ഫോൾഡർ ആക്കിയിട്ട് അതിനുള്ളിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും, CSS/style.css ആയിരിക്കും. ഇതൊരു പാത്താണ്. വെയിറ്റ്, മൂവ് ആയിട്ടില്ല. ഈ സിറ്റുവേഷനിൽ എന്തായി, ഇപ്പം നമ്മുടെ CSS എന്നുള്ളൊരു ഫോൾഡറിൻ്റെ ഉള്ളിലാണ് സ്റ്റൈൽ ഉള്ളത്. അപ്പോൾ ഇവിടെ index.html അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ, ലിങ്ക് rel ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് href is equal to CSS/style.css. ഇപ്പം എന്ത് സംഭവിച്ചു, CSS വേറൊരു ഫയലായി. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇത് വേറെ തന്നെ ഒരു കംപ്ലീറ്റ്ലി വേറെ തന്നെ ആയിട്ടുള്ള ഒരു ഫയലായി. ഓക്കെ, അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ്ലി എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ സെയിം ഫയൽ തന്നെ എനിക്ക് വേണ്ടി വേറൊരു HTML പേജിലും യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ റിപ്പീറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഈ 3 വഴിയാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് എഴുതുന്നത്. 2 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സ്റ്റൈൽ ടാഗ് യൂസ് ചെയ്തിട്ട് ഇവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. മൂന്നാമത്തെ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലിങ്ക്, ഇങ്ങനെ ഒരു ലിങ്ക് ടാഗ് യൂസ് ചെയ്തിട്ട് CSS ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സിൻടാക്സ് ആണ്. ഈ 3 ഉള്ളത്. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 3 സ്റ്റൈലും ഒരു പേജിൽ തന്നെ യൂസ് ചെയ്യാം. അതിനൊന്നൊരു ഇഷ്യൂ ഇല്ല. ഇപ്പം ഞാനിവിടെ ഒരു സ്റ്റൈൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നു h1 കളർ സാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെയൊക്കെ ആ കളർ വരും. സോ ഫസ്റ്റ് ബ്രൗസർ എന്ത് ചെയ്യും, ഈ style.css സ്റ്റൈൽസ് എടുക്കും. നെക്സ്റ്റ് എന്നുള്ളത് ഇവിടെയുള്ള CSS എടുക്കും. നെക്സ്റ്റ് എന്നുള്ളത് എന്താണ്, ഇപ്പം ഞാൻ ഇവിടെ ഇവിടെയുള്ളത് എടുക്കും. ഓക്കെ, പക്ഷെ ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ സ്റ്റൈലിലാണ്. നമ്മുടെ ഇൻലൈൻ ആയിട്ടുള്ള കൊടുക്കുന്ന ഇതിനാണ് ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മേ ബി ഫോർ എക്സാമ്പിൾ ഇത് മുഴുവൻ ഞാൻ കളയുന്നുണ്ട്, ഈ മുഴുവൻ ഞാൻ കളയുന്നുണ്ട്. ഈ P ടാഗ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് ഈ റെഡ് ഒഴിവാക്കി, കളറിൽ ഇവിടെയുള്ള സ്റ്റൈൽസ് ഒഴിവാക്കി. ഞാൻ ഈ ഒരു പേജിൽ style.css-ൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, P കളർ റെഡ്, റെഡ് അല്ല, മേ ബി ലെറ്റ്സ് സേ കൊടുക്കുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ റീലോഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാനാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ലിങ്ക് ടാഗ് വെച്ചിട്ട് ആ CSS ഫയൽ നമ്മൾ
ലിങ്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ സെയിം പി ടാഗിന് ഗ്രീൻ കൊടുക്കുന്നു. ഓക്കെ, റിഫ്രഷ് ചെയ്യുമ്പോൾ ഇതിവിടെ ഗ്രീൻ ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റൈൽ എന്ത് ചെയ്യും, ഓവർ റൈഡ് ആയിട്ട് പോകും. ഇവിടെ ഗ്രീൻ എന്നുള്ളത് ഫസ്റ്റ് ഇവിടെ എന്താണ് നമ്മുടെ സ്റ്റൈൽ ഡോട്ട് സി എസ് എസിലുള്ള സയാനുള്ള കളർ ഓവർ റൈഡ് ആയി ഇവിടെ ഗ്രീൻ എത്തി. ആൻഡ് ഇൻ കേസ് ഞാൻ ഇവിടെ സ്റ്റൈൽ ഈക്വൽ ടു കളർ റെഡ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ ഏറ്റവും അവസാനത്തെ ഇതാണ് എടുക്കുന്നത്. ഈ കളറാണ് നമ്മൾ ആക്ച്വലി ബ്രൗസർ യൂസ് ചെയ്യുന്നത്. കാരണം ഫസ്റ്റ് ഇവിടെ വന്നു, പിന്നെ ഇവിടെ വന്നു, ഇവിടെ വന്നു. ഇപ്പൊ ഈ കാസ്കേഡിംഗ് എന്നുള്ള വേർഡ് ഓർമ്മിച്ചാൽ മതി. ആൻഡ് ഈ ഒരു ഇതും ഇല്ലെങ്കിലും ഞാൻ ഈ ലിങ്ക് തൽക്കാലത്തേക്ക് ഒഴിവാക്കാം. ആൻഡ് ഈ ഇതും ഒഴിവാക്കാം. ആൻഡ് ഇവിടെ ഞാൻ ഫസ്റ്റ് പി കളർ സ്യാൻ, ഓക്കെ, ഒന്നുകൂടി പി കളർ ഗ്രീൻ, ഒന്നുകൂടി പി കളർ റെഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, റെഡ് തന്നെ ആയിരിക്കും. കാരണം ഇവിടെ ഫസ്റ്റ് സയാനാക്കി, പിന്നെ ഗ്രീൻ ആക്കി, പിന്നെ റെഡായി. ഓക്കെ, ഏറ്റവും അവസാനമായിട്ടുള്ളത് റെഡാണ്. സോ ഇതാണ് നമ്മൾ സി എസ് എസിന് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്സ് എന്ന് പറയുന്നത്. 1 2 3 അത് താഴോട്ടേക്കാണ് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനത്തിനാണ് പ്രയോറിറ്റി ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫോൺസിനെ കുറിച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫോൺസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു, നമ്മളെ എല്ലാ ഫോണ്ടും എല്ലാവരുടെയും സിസ്റ്റത്തിൽ ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മളെ വെബ്സൈറ്റ് ഒരു സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ഒരു ഫോണ്ട് സെറ്റാക്കി അത് ആ സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും എന്താണ് ഒരു ഭംഗിയില്ലാത്ത ഫോണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളെ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പം എന്ത് ചെയ്യും, നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മളെ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്ത പോലെ ആയിരിക്കില്ല വെബ്സൈറ്റ് റണ്ടർ ആകുന്നത്. സോ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്നുള്ളത് നോക്കാം. അവിടെയാണ് നമ്മൾ ആക്ച്വലി ഈ ഗൂഗിൾ ഫോൺസ് പോലുള്ള സർവീസസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഗൂഗിൾ ഫോൺസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള ഒരു ഫോണ്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫോണ്ട് വേണമെന്ന് വിചാരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫോണ്ട് എടുക്കുന്നു. എനിക്ക് ഈ റെഗുലർ 400 ആണ് വേണ്ടത്. ഓക്കെ, സോ ഞാൻ സെലക്ട് സ്റ്റൈൽ കൊടുത്തു. അപ്പോൾ ഇവിടെ ലിങ്ക് ഒരു ടാഗ് വരുന്നുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതേപോലെ തന്നെ കോപ്പി ചെയ്യുന്നു. ആൻഡ് അത് നമ്മുടെ ഈ ഒരു പേജിൽ ഇൻസേർട്ട് ചെയ്യുന്നു. ആക്ച്വലി ഇത് ഈ പ്രീ കണക്ട് എന്നുള്ളതൊരു പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ ആണ്. അതില്ലെങ്കിലും അത് വർക്ക് ആവും. ഓക്കെ, അതായത് നമ്മുടെ ബ്രൗസറിനോട് പറയുന്നത് ഓൾറെഡി ആ ഫോൺസ് ഡോട്ട് ജി സ്റ്റാറ്റിക്കിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക, നമുക്കത് ആവശ്യമുണ്ട്, അതിൻ്റെ അകത്തൊരു സാധനം എടുക്കാനുണ്ട് എന്നുള്ളത്. സോ ജസ്റ്റ് അത് ഒരു പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ ആണ്, അത് ഒഴിവാക്കിയേ. അത് ഇല്ലെങ്കിലും വലിയ പ്രശ്നമില്ല. മീൻസ് നിങ്ങൾ റിയൽ ആയിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ അത് എപ്പോഴും അവിടെ ഉണ്ടാവും, അത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ടാൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ക്യാബിൻ സ്കെച്ച് എന്നുള്ള ഫോണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് എനിക്ക് വേണ്ടിയിട്ട് അതെൻ്റെ സ്റ്റൈൽ ഷീറ്റ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഓക്കെ, പി ഫോണ്ട് ഫാമിലി ക്യാബിൻ സ്കെച്ച് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ഫോണ്ടാണ് ആക്ച്വലി ആ വെബ്സൈറ്റിൽ വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സിസ്റ്റത്തിലും വർക്ക് ചെയ്യും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മളെ പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഫോൺസ് ഡൗൺലോഡ് ചെയ്യണം. ഫോൺസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനുശേഷം നമ്മളിവിടെ ക്യാബിൻ സ്കെച്ച് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ക്യാബിൻ സ്കെച്ച് എനിക്ക് ബോൾഡ് ആക്കണം എന്ന് വിചാരിക്കും. ബോൾഡ് ആക്കുന്ന സമയത്ത് പീനെക്കാട്ടിയും കുറച്ചുകൂടി നമുക്ക് കാണാൻ ഭംഗി പി തന്നെ കണ്ടോട്ടെ, കുറച്ച് വലുതാക്കാം നമുക്ക്.
കുറച്ച് വലുതാണ്. ആൻഡ് ഓക്കെ, ഞാൻ ഫോണ്ട് വെയ്റ്റ് ഒരു 700 കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എന്ത് മാറ്റം ഉണ്ടാവും? അത് ബോൾഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോണ്ട് എൻ്റെ സിസ്റ്റത്തിലുള്ളതുകൊണ്ടാണ് അത് ഫോണ്ട് വന്നത്. നമുക്കൊരു ഇല്ലാത്തൊരു സാധനം എടുക്കാം. ഇവിടെ നമുക്ക് ഇവിടെ ബോൾഡ് 700 ഉണ്ട്, റെഗുലർ 400 ഉണ്ട്. ഞാൻ ഈ സെലക്ട് സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും 700 കൂടി. ആക്ച്വലി നമ്മളെ ഈ ഒരു ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ 400ഉം 700ഉമാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 700 കൊടുത്താൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളൊരു ഫോണ്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ആ സ്റ്റൈൽസ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് കോപ്പി ചെയ്യുക. ഇപ്പോൾ നേരത്തെ കണ്ടത്, അതായത് ഇപ്പം ഞാനിവിടെ 700 ഇല്ലാത്ത അത് ബോൾഡ് ആക്കിയതാണെങ്കിൽ ഇത് ബോൾഡ് ആക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ബോൾഡ് ആക്കുന്നതാണ്. കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ബോൾഡ് ആക്കുമ്പോൾ നമ്മൾ ആ ഡിസൈനേഴ്സ് ഈ ഫോണ്ട് ഡിസൈൻ ചെയ്ത ആൾക്കാർ ഉദ്ദേശിക്കുന്ന പോലെ അല്ല വരിക. കാരണം ഇതാണ് നമ്മുടെ ബോൾഡ് ക്യാബിൻ സ്കെച്ച് എന്ന് പറയുന്നത്, ഇതാണ്. പക്ഷെ നമ്മുടെ ഈ സ്റ്റൈൽ എടുക്കാതെ, അതായത് 700 എടുക്കാതെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഒരു കമ്പ്യൂട്ടർ തന്നെ ഓട്ടോമാറ്റിക്കലി ബോൾഡ് ആക്കുകയാണ് ചെയ്യുക. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവർ ഉദ്ദേശിച്ച പോലെ തന്നെ ഈ ഒരു ബോൾഡ് 700 എന്നുള്ള സ്റ്റൈൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഇതിനെ ചെരിക്കണ്ടിക്കൽ നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റാലിക്സ് എന്നാണ് പറയാം. അങ്ങനെ അതില്ലാത്ത ഇപ്പൊ ഈ ഒരു ഫോണ്ടിനാണെങ്കിൽ അങ്ങനെ ആ ഒരു എന്താണ് സ്റ്റൈൽ ഇല്ല. അങ്ങനെയാകുമ്പോൾ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി അത് ജനറേറ്റ് ആണ് ചെയ്യുന്നത്. അത് ഭംഗി ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ബോൾഡിന്റെ കേസ് തന്നെ എടുത്ത് നോക്കിയാൽ മതി. ഇതാണ് ആക്ച്വലി നമ്മുടെ കമ്പ്യൂട്ടർ നമ്മുടെ ഡിസൈനേഴ്സ് ക്യാബിൻ സ്കെച്ച് എന്നുള്ള ഫോണ്ട് ഡിസൈൻ ചെയ്ത ആൾക്കാർ അവർ ബോൾഡ് എന്നുള്ള സ്റ്റൈലിൽ ഇതാണ് ഡിസൈൻ ചെയ്തത്. പക്ഷെ നിങ്ങൾ ഈ 700 എടുക്കാതെ 400 മാത്രമാക്കിയിട്ട് ബോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുമാതിരി ഒരു കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി അതിന്റെ ബോൾഡ് സ്റ്റൈൽ ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതൊരു ഭംഗി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഫോൺസ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഗൂഗിൾ ഫോൺസിൽ പോയിട്ട് നമുക്ക് ഏത് ഫോണ്ടാണ് വേണ്ടത് എന്നുള്ളത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഇത് പല ടൈപ്പ് ഓഫ് ഫോൺ ഫാമിലീസ് ആണ്. ടൈപ്പോഗ്രഫി കുറെ പറയേണ്ടി വരും. അതിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഏത് ടൈറ്റിൽ വേണമെങ്കിൽ ആ ഏത് സ്റ്റൈൽ വേണമെങ്കിലും കിട്ടും. മീൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ഫോണ്ടും കമ്പയർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഏതാ ഫോണ്ടെന്ന് വേണ്ടെന്ന് എടുക്കുക. അത് ഏതൊക്കെ സ്റ്റൈൽസ് വേണമെന്നുള്ളത്, ഇപ്പോൾ റെഗുലർ ബോൾഡ് ഏതൊക്കെയാണ് വേണ്ടത്. ഇപ്പം റൊബോട്ടോ എന്നുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോണ്ടാണ്. ഈ ഒരു ഫോണ്ടിന് എന്തുണ്ട്, ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട്. 900 ബ്ലാക്ക് 900 ഉണ്ട്. ഇത് എന്താണ് ബ്ലാക്ക് 900 ഇറ്റാലിക്, ബ്ലാക്ക് 900 700 ഇറ്റാലിക് 700. ഈ സ്റ്റൈൽസ് ഒക്കെ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ 12 സ്റ്റൈൽ നിങ്ങളുടെ വെബ് ഡിസൈനിൽ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്നത് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് സെലക്ട് സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റൈൽ ഷീറ്റിലേക്കുള്ള ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് കോപ്പി ചെയ്യാം, നമ്മുടെ കോഡിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്കത് ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാനിവിടെ എന്താണ് എടുത്തിരിക്കുന്നത് റൊബോട്ടോ ഫോണ്ടാണ്. അതിൻ്റെ ഏതൊക്കെയാണ് എടുത്തിട്ടുള്ളത്, 400ഉം 400 ഇറ്റാലിക്കും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രണ്ട് സ്റ്റൈൽസും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലാക്ക് 900 വേണമെങ്കിൽ അതെടുക്കാം. സോ അപ്പോൾ നിങ്ങളിവിടെ ഫോൺ വെയിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ
അതിന് 100 കൊടുത്താൽ മതി. ഓക്കെ, ഫോൺസിനെ കുറിച്ച് നമ്മൾ കുറച്ചധികം വർത്താനം പറഞ്ഞു. എനിവേ, അപ്പം ഇപ്പം ഇത്ര വരെ നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഫോൺ ഫാമിലിയെ കുറിച്ചിട്ട് പറഞ്ഞു. പിന്നെ എന്താണ്, ഓക്കെ, ഈ CSS 3 തരത്തിൽ എഴുതാന്ന് പറഞ്ഞു. 3 തരത്തിൽ എഴുതുമ്പോൾ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻലൈൻ ആയിട്ട് ഇവിടെ സ്റ്റൈൽ വെച്ചിട്ട് എഴുതാം. 2 എന്ന് പറഞ്ഞിട്ടുള്ളത് സ്റ്റൈൽ ടാഗ് വെച്ചിട്ട് എഴുതാം. 3 എന്ന് പറഞ്ഞിട്ടുള്ളത് എപ്പോഴും ലിങ്ക് REL ഈക്വൽ ടു, അതായത് റിലേഷൻ ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ്. HRF എന്നുള്ളത് അതിന്റെ സ്റ്റൈൽ മീൻസ് പാത്താണ്. അതും കൂടി നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ 3 തരത്തിലാണ് നമ്മുടെ സ്റ്റൈൽ ഷീറ്റ് നമ്മളെ പേജിൽ ആഡ് ചെയ്യാൻ പറ്റുക. എപ്പോഴും റെക്കമെൻഡഡ് വേ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ലിങ്ക് ടാഗ് വെച്ചിട്ടാണ് നമ്മളെപ്പോഴും സ്റ്റൈൽസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ സോ നമ്മൾ കളർ പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു, ഫോൺ ഫാമിലി പറഞ്ഞു, ഫോൺ വെയിറ്റ് പറഞ്ഞു, ഫോൺ സൈസ് നമ്മൾ പറഞ്ഞതല്ല, ജസ്റ്റ് ഒന്നുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫോണ്ട് സൈസ് എന്നുള്ളത് ഇവിടെ സ്റ്റൈൽ ടോട്ടൽ ഫോണ്ട് സൈസ് 100 പിക്സൽ വലിയതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചെറുതും വലുതൊക്കെ ആക്കാം. അതായത് ഫോൺ സൈസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഫോൺ സൈസ് എന്നുള്ള പ്രോപ്പർട്ടി. ടെക്സ്റ്റ് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് റൈറ്റ്, ലെഫ്റ്റ് ഓർ സെന്റർ. നെക്സ്റ്റ് എന്നുള്ളത് ബോർഡർ ആണ്. ഓക്കെ, ബോർഡർ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ബോർഡർ പറഞ്ഞിട്ട് അത് റെഡിയാക്കാം. സോ ഇവിടെ P ടാഗിന് ഞാൻ എന്ത് ചെയ്യുന്നു, ബോർഡർ കൊടുക്കുന്നു. ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 3 വാല്യൂസ് ഉണ്ട്. തിക്നെസ്, അതായത് എത്ര തിക്കിൽ നിങ്ങൾക്ക് ബോർഡർ വേണം, ബോർഡർ സൈസ് എന്ന് കൊടുക്കാം, എന്താണ് ഏതൊക്കെ ടൈപ്പ് ബോർഡേഴ്സ് അത് ഞാൻ പറയാം, ആൻഡ് കളർ. ഈ 3 കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ അത് ഞാൻ കമൻറ്റ് ചെയ്തതാണ്. ബോർഡർ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു 1 പിക്സൽ കൊടുക്കുമെന്ന് വിചാരിക്കാം. ടൈപ്പ് സോളിഡ്, കളർ റെഡ് കൊടുക്കുന്നു വിചാരിക്കും. ഇപ്പം എന്ത് സംഭവിച്ചു, ഇവിടെ കുറച്ചുകൂടി വലുതാക്കാം. ഒരു ബോർഡർ വന്നു. ഓക്കെ, ഇവിടെ ഞാൻ ഡാഷ്ഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു, ഡാഷ്ഡ് ആയിട്ടുള്ള ബോർഡേഴ്സ് വന്നു. ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ 2 ക്ലാസ് എഴുതാം. ഡാഷ്ഡ് ബോർഡർ. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാനിവിടെ ഒരു P എടുക്കുന്നു. ഒന്നിന് ഡാഷ്ഡ് ബോർഡർ, രണ്ടാമത്തതിന് എന്ത് കൊടുക്കുന്നു, സോളിഡ് ബോർഡർ, മൂന്നാമത്തതിന് ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കുറച്ചുകൂടി തിക്നെസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് PX എന്ന് പറയുന്നത് പിക്സൽസ് എന്നാണ് കേട്ടോ. 3 പിക്സൽസ്. കുറച്ച് യൂണിറ്റ്സ് ഉണ്ട്, CSS യൂണിറ്റ്സ് എന്നുള്ളത് കുറച്ചുകൂടി സംസാരിക്കേണ്ടതാണ്, അത് ഞാൻ സംസാരിക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഇത് ഡാഷ്ഡ് ആയിട്ടുള്ള ബോർഡറാണ്. ഇവിടെ കളർ എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ബ്ലൂ ആക്കാം. ആ ഒരു സമയത്ത് എന്ത് ചെയ്യാം, ബ്ലൂ ആണ് ബോർഡറായിട്ട് വരുന്നത്. ഇവിടെയും വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഗ്രീൻ ആക്കാം. അപ്പോ ഡാഷും സോൾഡും അല്ലാതെ നമുക്ക് വേറെ എന്തൊക്കെ, ഇതൊന്നും നമ്മൾ അധികം ഒന്നും യൂസ് ചെയ്യുന്നതല്ല. പലപ്പോഴും ഇതാണ് വാല്യൂസ് ആർ
allowed, dotted, dashed, solid, double, groove, ridge, insert, outset, none, hidden. ഓക്കെ, ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഔട്ട്പുട്ടാണ് വരിക. അത് ആ ടൈപ്പ് ഇവിടെ നമ്മൾ ഈ ഡാഷ്ഡ് സോളിഡ് എന്നുള്ളത് നിങ്ങൾ മാറ്റി കൊടുത്താൽ മതി. ഡോട്ടഡ്, ഡാഷ്ഡ്, സോളിഡ്, ഡബിൾ ബോർഡർ. ഓക്കെ, ഡബിൾ ബോർഡർ, ഗ്രൂപ്പ് ബോർഡർ എന്താ സാധനം, എന്തോ ഓരോ ടൈപ്പാണ്. ആക്ച്വലി നമ്മൾ മിക്കവാറും മോസ്റ്റ് ഓഫ് ദ ടൈം യൂസ് ചെയ്യുന്നത് എന്താണ്, സോളിഡ് ബോർഡേഴ്സ് ആയിരിക്കും. അത് നിങ്ങൾ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഡിസൈൻ ഐഡിയ വന്ന് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആ ടൈപ്പ് ഏതൊക്കെ ടൈപ്സ് ആണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ബോർഡേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് വേണ്ടിയിട്ടുള്ള ഈ ബോർഡർ എന്നുള്ളത് ആക്ച്വലി ഒരു ഷോർട്ട് ഹാൻഡാണ്. ബോർഡറിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ബോർഡർ ലെഫ്റ്റ് ദി സെയിം സാധനം എനിക്ക് വേണ്ടി കൊടുക്കാം. ഓക്കെ, സോറി, ലെഫ്റ്റിൽ മാത്രം വരും. ബോർഡർ റൈറ്റ് കൊടുത്ത റൈറ്റിൽ മാത്രം വരും. ബോർഡർ ടോപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടോപ്പിൽ മാത്രം വരും. ഡൗൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡൗണിൽ മാത്രം കൊടുക്കും. അപ്പോൾ ഇത് എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോർഡർ എന്ന് പറഞ്ഞിട്ട് ഇതിൽ കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ എന്നുള്ളത് എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബോക്സ് ഷാഡോ ആണ്. ബോക്സ് ഷാഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. തൽക്കാലം നമുക്കിതാണ്, ഇതൊരു ഷാഡോ ആണ്. നമ്മളുടെ പാരഗ്രാഫ്സിന് ഒരു ഷാഡോ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പം ഷാഡോ കൂടുന്നുണ്ട്. ഷാഡോ കൂടി വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ബോക്സ് ഷാഡോ റൈറ്റ് മീൻസ് ഹൊറിസോണ്ടൽ. കൃത്യമായിട്ട് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. വെർട്ടിക്കൽ ആൻഡ് ബ്ലർ കളർ. ഇവിടെ എക്സ്ട്രാ ഒരു പ്രോപ്പർട്ടിയും കൂടി വരുന്നുണ്ട്. ഓപ്ഷണൽ ആയിട്ട് സ്പ്രെഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടിയും കൂടി വരുന്നുണ്ട്. എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തരാം. അതിനു മുമ്പ് ഈ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, RGB. ഇപ്പം നമ്മൾ കളർ കൊടുത്തത് ബ്ലാക്ക് എന്നുള്ളത് നമ്മൾ നോർമലായിട്ട് കൊടുത്തതാണ്. കളേഴ്സ് പലതരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. കളർ ഇതിന് നമ്മൾ നെയിംഡ് കളേഴ്സ് എന്നാണ് പറയുന്നത്. വേറെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെക്സ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HSL എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നുണ്ട് RGB എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. ആൻഡ് RGB ആൻഡ് RGBA, ഈ രണ്ട് കാര്യങ്ങളും കൂടിയുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ഇതുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഈ എന്താണ് ഷാഡോ കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് RGB യൂസ് ചെയ്യാണ്. RGB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ്, ഗ്രീൻ, ബ്ലൂ. റെഡ് ഇത് 3 വാല്യൂസ് ഉണ്ടാവും. റെഡ് എത്ര വേണം, ഗ്രീൻ എത്ര വേണം, ബ്ലൂ എത്ര വേണം, അത് ആ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബ്ലാക്കിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബ്ലാക്കിന് നമ്മൾ 000 എന്ന് കൊടുത്താൽ അത് ബ്ലാക്ക് ആണ്. എന്താണ് ഓക്കെ. ആൻഡ് RGB ഇത് 000 എന്ന് കൊടുത്താൽ ബ്ലാക്ക് ആണ്. 255 ആണെന്ന് എനിക്ക് തോന്നുന്നു വൈറ്റ്. അതെനിക്ക് അത്ര ഉറപ്പില്ല. ബട്ട് ബ്ലാക്ക് എന്തായാലും 000 ആണ്. അതായത് റെഡിന്റെ എമൗണ്ട് 0, ഗ്രീനിന്റെ എമൗണ്ട് 0, ബ്ലൂവിന്റെ എമൗണ്ട് 0. ആൻഡ് നെക്സ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A എന്നുള്ള ഒരു സാധനം ഉണ്ട്. അതായത് RGBA. RGB എന്ന് പറയുമ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ ആൻഡ് ഏറ്റവും അവസാനം ആൽഫയാണ്. ആൽഫ എന്ന് പറയുന്നത് അത് എത്ര ട്രാൻസ്പെറൻ്റ് ആണെന്നുള്ളതാണ്. ഇപ്പം ഞാൻ 0.1 കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതൊരു ഭയങ്കര ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ്. ഇപ്പോൾ ഈ സാധനം കൂടുന്നതിനനുസരിച്ച് അതിന് ഒരു കട്ടി നിങ്ങൾക്ക് കൂടി വരുന്ന കാണാൻ വേണ്ടി പറ്റും. ആ കട്ടി കൂടി വരുന്നത് ഇത് ആ ബ്ലാക്കിന്റെ ട്രാൻസ്പെറൻസി കാണാം. ഓക്കെ,
സോ 0.1 എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള സാധനമാണ്. പലപ്പോഴും നമ്മൾ ഷാഡോസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ബോക്സ് ഷാഡോ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഷാഡോ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ലൈറ്റ് ഷാഡോ ആണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ പലപ്പോഴും RGBA ആണ് നോർമൽ കളേഴ്സിന് പകരം യൂസ് ചെയ്യുക. കളേഴ്സിനെ കുറിച്ച് ഞാൻ പറയാം, കളേഴ്സിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഓക്കെ, ബോക്സ് ഷാഡോ RGBA 000. ഓക്കെ, സോ ബ്ലാക്കിൽ തന്നെ നിർത്താം. ഒരുപാട് പി ഉള്ളത് ഞാൻ കുറച്ച് പി റിമൂവ് ചെയ്യാം. ഓക്കെ, ഇതൊന്നും മാത്രമേ ഉള്ളൂ. ആൻഡ് ഈ വാല്യൂ ഞാൻ 0 പിക്സലാക്കി വെക്കാം. അതായത് അത് ബ്ലറാണ്, എത്ര ബ്ലർ ആവണം എന്നുള്ളതാണ് ആ ഒരു വാല്യൂ. ഈ ഒരു സിറ്റുവേഷനിൽ നോ ഷാഡോ. ഇവിടെ ഞാൻ 1 കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ബ്ലർ അല്ലെങ്കിൽ സാധനം കാണുന്നില്ല. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഹൊറിസോണ്ടലി ഞാനിത് കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഇവിടെ എന്താ മാറ്റം ഉണ്ടാകുന്നത് നോക്കാം. ഇവിടെ ജസ്റ്റ് നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, വിഡ്ത്ത് ഹൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് വിഡ്ത്ത് ഇപ്പം ഞാനൊരു 200 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ഹൈറ്റ് 200 പിക്സൽ. ഓക്കെ, വിഡ്ത്ത് ഞാനൊരു 200 പിക്സൽ കൊടുക്കുകയാണ്. ഇവിടെ ഇത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കാരണം നമുക്കിത് കാണാൻ വേണ്ടി മാത്രമാണ്, കാണാൻ വേണ്ടി കുറച്ചുകൂടി ഈ ബോക്സ് ഷാഡോൻ്റെ ഇത് കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു വാല്യൂ കൂട്ടുന്നതിനനുസരിച്ച് അത് 12 അത് അങ്ങോട്ട് റൈറ്റിലോട്ടേക്ക് ഷിഫ്റ്റ് ആയി പോകുന്നുണ്ട്. ഇപ്പം ഞാൻ 20 റൈറ്റിലോട്ടേക്ക് ഷിഫ്റ്റ് ആയി പോകുന്നില്ലേ. ഓക്കെ, ആൻഡ് സെയിം സാധനം ഞാൻ ഈ ഒരു പാർട്ട് ആണ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതൊരു 4 ആക്കി, അപ്പോൾ താഴോട്ടേക്ക് ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഇതൊരു 12 ആക്കി താഴോട്ടേക്ക് ഷിഫ്റ്റ് ആവുന്നുണ്ട്. ആ ഷാഡോൻ്റെ പൊസിഷനിങ് ആണ് നമ്മൾ ഇത് ആക്ച്വലി ഹൊറിസോണ്ടൽ വാല്യൂ, എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ആണ്. ആ എക്സും വൈയും സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാനിതൊരു 100 പിക്സൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഇതൊരു 200 പിക്സൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് അങ്ങോട്ടേക്ക് പോയി. അത് ജസ്റ്റ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. സോ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഇങ്ങനെ ഇത്ര വലിയ വാല്യൂസ് ഒന്നും കൊടുക്കില്ല. എനിക്ക് ബ്ലാക്കിന് വരെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും. അപ്പോൾ നേരത്തെ നമ്മളെപ്പോഴും RGB ആണ് ഞാൻ എപ്പോഴും RGB ആണ് അവിടെ യൂസ് ചെയ്യാറ്. ബട്ട് ഇപ്പം നമ്മൾ കളേഴ്സിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ലൈറ്റ് ഗ്രേ എന്നുള്ള നെയിംഡ് കളേഴ്സ് യൂസ് ചെയ്യാം. അപ്പം എനിക്ക് വേണ്ടിയിട്ടുള്ള 0 പിക്സൽസ് ബ്ലർ വാല്യൂ 12 പിക്സൽസ് കൊടുത്തെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ആ ഒരു നൈസ് ലൈറ്റ് ഷാഡോ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. എനിക്ക് ഇത് ഞാനൊരു 100 ആക്കി കഴിഞ്ഞാൽ ആ ഒരു എന്താണ് ആ ഷാഡോ എത്ര ബ്ലർ ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ 3 വാല്യൂസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 4ാമത്തെ ഒരു വാല്യൂ ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ സ്പ്രെഡാണ്. ഒരു സ്പ്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളറ് ഇതെങ്ങനെ വേർഡ്സിൽ ഇടേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളിവിടെ കാണാൻ വേണ്ടി പറ്റും ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സ്പ്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വാല്യൂസ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഇതിൽ ഇപ്പം ഞാൻ ബ്ലർ 0 ആക്കിയിട്ട് സ്പ്രെഡ് ഒരു 2 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അതൊരു ബോർഡർ പോലെ ഇങ്ങനെ പുറത്തേക്ക് വരും. ഈ ഒരു ഇതിൽ വരും. അവിടെ നിന്നാണ് ബ്ലർ സ്റ്റാർട്ട് ആവുക. ഓക്കെ, ആ ഒരു എഫക്റ്റ് ആണ് നമ്മുടെ സ്പ്രെഡ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ടാക്കുന്നത്. ഇതൊക്കെ എന്താണ്, ജസ്റ്റ് CSS ഡോക്യുമെന്റേഷൻ നോക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സാധനങ്ങളൊക്കെ. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്, ബോക്സ് ഷാഡോ എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആൻഡ് അതെന്തിനു ഉപയോഗിക്കാം, അതെനിക്ക് ഷാഡോ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതിനിവിടെ മുന്നിൽ വേറൊരു പ്രോപ്പർട്ടി കൂടിയുണ്ട്, അത് ഇൻസെറ്റ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഉള്ളിലേക്കുള്ള ഷാഡോ ആയിരിക്കും, പുറത്തുള്ളതിന് ഷാഡോ പകരം ഉള്ളിലേക്കുള്ള ഷാഡോ ആയിരിക്കും വരുന്നത്. ഇവിടെ ഞാൻ കൊടുത്ത വിഡ്ത്തും നിങ്ങൾ നോക്കുക.
ഓക്കെ, ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CSS പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾ തന്നെ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് എന്താണ് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് CSS പ്രോപ്പർട്ടീസ് പറഞ്ഞതാണ്. ഇപ്പം എന്താണ് ഹൈറ്റ്, വിഡ്ത്ത്, ബോക്സ് ഷാഡോ, ബോർഡർ, ടെക്സ്റ്റ് അലൈൻ, ഫോൺ സൈസ്, ഫോൺ വെയ്റ്റ്, ഫോൺ ഫാമിലി, ബാക്ക്ഗ്രൗണ്ട്, കളർ, ഇതേപോലുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത്രയും നല്ല ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഓൺലൈനായിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നോക്കിയാൽ മതി. അത് മുഴുവൻ കവർ ചെയ്യലെന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല മുഴുവൻ. കാരണം നമുക്കൊരു ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണിത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇപ്പം നിങ്ങൾ എന്താണ് ഓരോ സിംഗിൾ എലമെന്റ്സിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഓക്കെ, സിംഗിൾ എലമെന്റ്സിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു. പക്ഷേ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും സിംഗിൾ എലമെന്റ്സ് അല്ല. അത് എന്താണ് ഒരുപാട് എലമെന്റ്സ് ഒരു സ്പെസിഫിക് രീതിയിൽ ലേ ഔട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞത് മുഴുവൻ സിംഗിൾ സാധനങ്ങളാണ്, സിംഗിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നോർമലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു എലമെന്റ്സ് ഉണ്ട്, ഇതൊരു ഹെഡിങ് ആണ്, ഇതൊരു ഐക്കൺ ആണ്, ഇതൊക്കെ ജസ്റ്റ് ഇമേജസ് ആണെന്ന് വിചാരിച്ചാൽ മതി. ഇമേജസ് ആണ്. ഇവിടെ ബോർഡർ ഉണ്ട്, ഇവിടെ കാണുന്നില്ല, ഇവിടെ താഴെ ബോർഡർ ബോട്ടം കൊടുത്തിട്ടുണ്ട്, ഇവിടെ ജസ്റ്റ് ബോർഡർ ബോട്ടം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ചെറിയൊരു പി ആണ്. ഇവിടെയൊക്കെ ഫോണ്ടൊക്കെ നിങ്ങൾ നോക്കുക, ഫോണ്ടൊക്കെ മാറ്റിയിട്ടുള്ളതാണ്. ഇവിടെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് കൊടുത്തിട്ടുണ്ട്, എന്താണ് ബ്ലാക്ക് ആയി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ മറന്നുപോയ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഞാനിപ്പോൾ പറയാം. ഈ സ്റ്റൈൽസ് മുഴുവൻ ഞാൻ കളയാം. ഓക്കെ, ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കട്ടെ, മനസ്സിലാവില്ല. ആൻഡ് ഈ പി ഒക്കെ ഞാൻ കളഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഓക്കെ റൗണ്ട് എന്നുള്ളൊരു ക്ലാസ് ഞാൻ കൊടുക്കുകയാണ്. ഒന്നുമില്ല അതിൽ ടോപ്പ് റൗണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, സാധനങ്ങളൊന്നുമില്ല. ഞാൻ പറയാം, വിഡ്ത്ത് ഒരു 200 പിക്സൽസ്, ഹൈറ്റ് ഒരു 200 പിക്സൽസ്, ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഒരു റെഡ്. ജസ്റ്റ് ഞാൻ ബേസിക്കലി കൊടുക്കുന്നതാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വന്നു. എന്താണ് ഈ പി ആണ് ഇപ്പോൾ റെക്റ്റാങ്കിളായി മാറിയത്, ഈ ടാഗ്. അപ്പോൾ അതിന് അറൗണ്ട് 200 പിക്സൽ ഹൈറ്റ് വേണം, 200 പിക്സൽ വിഡ്ത്ത് വേണം, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് റെഡാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെ എനിക്ക് വേണ്ടി കണ്ടന്റ് ഇടാൻ കേട്ടോ, ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കണ്ടന്റ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബോർഡർ റേഡിയസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് ഞാനൊരു 12 പിക്സൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടുന്ന് റൗണ്ട് ആയത് കണ്ട. ഇപ്പോൾ ഇതൊരു 100 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു 50 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ, ജസ്റ്റ് റാൻഡം വാല്യൂസ് കൊടുക്കുന്നത് കേട്ടോ. ഇതെന്തായി അവത്ത് ഈ 4 കോർണർ എന്താവാൻ തുടങ്ങി, കുറച്ച് റൗണ്ട് ആവാൻ തുടങ്ങി. അതിന് നിങ്ങൾക്കൊരു പെർഫെക്റ്റ് സർക്കിൾ കിട്ടാണ്ടിരിക്കൽ നിങ്ങൾ ഇത് 200 ആണെങ്കിൽ, ഹൈറ്റും വിഡ്ത്തും 200 ആണെങ്കിൽ അതിന് നേർ പകുതി കൊടുത്താൽ മതി. 100 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യു ഗെറ്റ് എ പെർഫെക്റ്റ് സർക്കിൾ. ആക്ച്വലി CSSൽ സർക്കിൾ എന്ന് പറഞ്ഞ ഒരു സാധനമില്ല. CSS എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്താണ്, ബോക്സസ് ആണ്. കംപ്ലീറ്റ്ലി ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും ബോക്സസ് ആണ്. സോ ബോക്സ് വെച്ചിട്ട് നമ്മൾ സർക്കിൾ ഉണ്ടാക്കുന്നത് ബോർഡർ റേഡിയസ് വെച്ചിട്ടാണ്. സോ പലപ്പോഴും ഇതിനല്ല യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു സാധനം എന്തായാലും ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റെഡിന് പകരം ഒരു ലൈറ്റ് ഗ്രേ കൊടുക്കുന്നു. ലൈറ്റ് ഗ്രേ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ബോർഡർ റേഡിയസ് ഒരു 4 പിക്സൽസ് കൊടുക്കുന്നു. 4 പിക്സൽ കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലായി ജസ്റ്റ് ചെറിയൊരു തരത്തിലുള്ളൊരു ഇതുണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ബോക്സ് ഷാഡോ കൊടുക്കുന്നത് വളരെ ചെറിയ എമൗണ്ടിൽ, ആ ബ്ലർ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ.
ഗ്രേ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ഷാഡോ ഉണ്ട്. ഞാനൊരു ചെറിയൊരു ഷാഡോ വന്നിട്ടുണ്ട്. ആക്ച്വലി നേരത്തെ നമ്മൾ കൊടുത്ത RGBA എന്ന് പറഞ്ഞാൽ റെഡ്, ഗ്രീൻ, ബ്ലൂ ആൻഡ് അതിൻ്റെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻസി. സോ 0 0 0 1 കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഒരു ഭംഗിയുള്ളൊരു ഷാഡോ കിട്ടും. ഓക്കെ, ഇത് നല്ലോണം വൃത്തിക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷാഡോ. ഇത് നമുക്ക് പലപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പോണൻ്റ് ആണ്. ഇപ്പോൾ പലപ്പോഴും പല ആവശ്യങ്ങൾ ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടി ചെറിയൊരു ഇമേജ് കൊടുക്കാം, അങ്ങനെ എന്ത് വേണ്ടിക്കും കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയൊരു ടാഗിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. div. HTML തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് div എന്ന് പറയുന്നത്. അത് പരിചയപ്പെടുത്തരാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ വരാം, ഒരു 5 മിനിറ്റ് കൊണ്ടുവരാം കേട്ടോ. Hi guys, I'm back. Okay, wait. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പം കുറച്ച് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് നെക്സ്റ്റ് നമ്മൾ ലേയിങ് ഔട്ടാണ്. ഓക്കെ, ലേയിങ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നമ്മളൊരു ജസ്റ്റ് എങ്ങനെ ഒരു വെബ്സൈറ്റ് പുട്ട് ടുഗദർ ചെയ്യാന്നുള്ളതാണ്. സോ എനിക്കിപ്പോൾ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് എനിക്കൊരു ഹെഡിങ്, this is a blog post. This is a blog post എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആൻഡ് ഒരു p ടാഗ് ഇടാണ്. ഓക്കെ, ജസ്റ്റ് നമുക്കൊരു ടെക്സ്റ്റ് ഇടാം. ഇതൊരു ബ്ലോഗിന്റെ ടെക്സ്റ്റ് ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, കുറച്ചധികം പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഞാൻ കുറച്ച് 2 പ്രോപ്പർട്ടീസ് പറയാം. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാഡിംഗ് എന്ന് പറയും, 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർജിൻ എന്ന് പറയും. സോ പാഡിംഗ് ആൻഡ് മാർജിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോ ഓക്കെ, ഇത് നമുക്ക് യൂസ് ചെയ്തിട്ടില്ല. സോ ഇത് ഞാനൊരു ക്ലാസ് കൊടുക്കാണ്. ക്ലാസ് ഈക്വൽ ടു ബ്ലോഗ് ടൈറ്റിൽ എന്ന് കൊടുക്കാം. പി എന്ന് പറഞ്ഞാൽ ബ്ലോഗ് കോണ്ടന്റ്, ബ്ലോഗ് ബോഡി.
ബ്ലോഗിൽ ഇറങ്ങി ജസ്റ്റ് പോസ്റ്റ് കൊടുക്കാം. ജസ്റ്റ് കംപ്ലീറ്റ്ലി പേഴ്സണൽ പ്രിഫറൻസ് ആണ് കേട്ടോ, വേറെ ഒന്നുമല്ല. പോസ്റ്റ് ബോഡി ഓക്കെ ഓക്കെ ജസ്റ്റ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഞാനിപ്പോൾ ഡോട്ട് പോസ്റ്റ് ടൈറ്റിൽ എന്നുള്ള സാധനത്തിന് ഞാൻ എന്ത് കൊടുക്കും, ഒരു ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾക്ക് മാർജിനൽ പാഡിങ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് റെഡ് വർക്ക് വളരെ ഒരു ഭംഗിയില്ലാത്ത സാധനമാണ് എനിക്കറിയാം, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഭംഗിയിലേക്ക് നമുക്ക് ഫസ്റ്റ് പിന്നീട് വരാം. ഫസ്റ്റ് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. പോസ്റ്റ് ടൈറ്റിൽ, നെക്സ്റ്റ് പോസ്റ്റ് ബോഡി, ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്തു, ബ്ലൂ. കളർ വൈറ്റ്. കളേഴ്സിനെ കുറിച്ച് പറയാനുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഞാനിവിടെ പോസ്റ്റ് ടൈറ്റിലിന് മാർജിൻ ബോട്ടം 24 പിക്സൽസ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും. ഇവിടെ ഈ ഒരു പാട്ട് നോക്കണം കേട്ടോ, കുറച്ച് വലിയ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. മാർജിൻ ബോട്ടം 100 പിക്സൽസ്, ഓക്കെ 12 പിക്സൽസ് കൊടുത്തു കഴിഞ്ഞാൽ ആ മാർജിനാണ്, മാർജിൻ ബോട്ടം. അതായത് ഇതാണ് നമ്മുടെ ഹെഡിങ് ടാഗ്. അവിടുന്ന് താഴോട്ടേക്കുള്ള ഇതാണ് എന്താണ് മാർജിൻ ബോട്ടം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 100 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടുന്ന് അത്രയും ഡിസ്റ്റൻസിലാണ് സാധനങ്ങൾ വരുന്നത്. നെക്സ്റ്റ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്, ഓക്കെ ഇത് മാർജിൻ ബോട്ടം പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാർജിൻ റൈറ്റ് 40 പിക്സൽസ്. അവിടുന്ന് ഒരു കുറച്ച് മാർജിൻ ഇട്ടിട്ടുണ്ട്. മാർജിൻ ലെഫ്റ്റ് 40 പിക്സൽസ് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഓക്കെ മാർജിൻ ടോപ്പ് 100 പിക്സൽ കൊടുത്തെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, എന്ത് മനസ്സിലാവും. ഇവിടുന്ന് മുകളിൽ നിന്ന് മാർജിൻ ഉണ്ട്, താഴത്തെ മാർജിൻ ഉണ്ട്, ഇവിടുന്ന് മാർജിൻ ഉണ്ട്, ഇവിടുന്ന് മാർജിൻ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ഓക്കെ ഇതിന്റെ ഒരു ഷോർട്ട് ഹാൻഡ് ഉണ്ട്. ഇതിന് ഷോർട്ട് ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർജിൻ ടോപ്പ് മാർജിൻ, ലെഫ്റ്റ് മാർജിൻ, ബോട്ടം ആൻഡ് റൈറ്റ് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് മാർജിൻ ഈ ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടോപ്പ് 100 പിക്സൽസ്, പിന്നെ എന്നുള്ളത് ലെഫ്റ്റ് 50 പിക്സൽസ്, പിന്നെ ബോട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തത് ഓക്കെ 100 പിക്സൽസ് ആൻഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ എത്ര കൊടുത്തത് ഇവിടെ 50 പിക്സൽസ്. ഓക്കെ അതായത് അതിന്റെ ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്നത് മാർജിൻ ടോപ്പ് ലെഫ്റ്റ് ബോട്ടം ആൻഡ് റൈറ്റ്. സോ ഇതാണ് നമ്മുടെ ടോപ്പ് ലെഫ്റ്റ് ബോട്ടം റൈറ്റ് എന്നുള്ളത്. ആ വാല്യൂസ് ആണ് നമ്മളോട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഷോർട്ട് ഹാൻഡ് മാർജിൻ എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ മാർജിൻ ബോട്ടം റൈറ്റ് ലെഫ്റ്റ് ടോപ്പ് വരെ അടിക്കുന്നത് പകരം ഈ ഒറ്റ ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെയിം എഫക്റ്റ് ആയിരിക്കും. ഓക്കെ ഇത് മുഴുവൻ റിമൂവ് ചെയ്തിട്ട് ഇവിടെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാലും സെയിം എഫക്റ്റ് ആണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ആൻഡ് ഇതിൽ ഒരു ചെറിയൊരു ഷോർട്ട് ഹാൻഡ് ഉണ്ട്. അതായത് മാർജിൻ ടോപ്പ് ആൻഡ് ബോട്ടം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഇതെനിക്ക് എന്ത് കൊടുക്കാം, ടോപ്പ് ആൻഡ് ബോട്ടം ഇവിടെ 100 പിക്സലാണ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇവിടെ 50 പിക്സലാണ്. സോ സെയിം എഫക്റ്റ് ആയിരിക്കും, വേറെ ഒരു ചേഞ്ചസും ഉണ്ടാവില്ല. ഈ ഒരു സാധനം എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് വേണമെങ്കിൽ 10 പിക്സൽ ഫ്രം ടോപ്പ് 20 30 40 ഇത് 4 തരത്തിൽ ഡിഫറെന്റ് ആകുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടുന്ന് ഡിഫറെൻ്റ് ആണ്, ഇവിടുന്ന് ഡിഫറെൻ്റ് ആണ്, ബോട്ടം ഡിഫറെൻ്റ് ആണ്, ഇവിടുന്ന് ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇപ്പം മുകളിലും താഴെയും ലെഫ്റ്റും റൈറ്റും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർജിൻ 10 പിക്സൽസ് 20 പിക്സൽസ് മീൻസ് ഇവിടെ നേരത്തെ നമ്മൾ കൊടുത്ത സെയിം സാധനം 100 പിക്സൽസ് 50 പിക്സൽസ് കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും 100 വരും. അതായത് ഇപ്പം ഞാൻ കുറച്ചുകൂടി ഒരു കാണുന്നത് എനിക്ക് ജസ്റ്റ് ഒന്ന് വരക്കാനായിരുന്നു, അപ്പോ സീനില്ല. അപ്പൊ ഇവിടെ നിന്നുള്ളത് നിങ്ങൾക്ക് ടോപ്പ് ബോട്ടം ലെഫ്റ്റ് റൈറ്റ്, ഇവിടെ 100 പിക്സൽ ടോപ്പ് നിന്ന് 100, ഇവിടുന്ന് 100, ഇവിടുന്ന് 50, ഇവിടുന്ന് 50 ആൻഡ് മൊത്തം സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് മാർജിൻ 100 പിക്സൽസ് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാ ഭാഗത്തുനിന്നും ടോപ്പിൽ നിന്നും ലെഫ്റ്റ് നിന്നും റൈറ്റ് നിന്നും ബോട്ടത്തിൽ നിന്നും എല്ലാം എടുക്കുന്നു 100 പിക്സൽ ആയിരിക്കും മാർജിൻ. ഓക്കെ, അതാണ് മാർജിൻ. ഇവിടെ ഞാൻ ജസ്റ്റ് മാർജിൻ ഒരു 10 പിക്സൽസ് 12 പിക്സൽസ് കൊടുക്കാം. ഇതാണ് അവസ്ഥ. ഇനി ഇപ്പം എനിക്കറിയാം ഇവിടുന്ന് ഇതിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കുറച്ച് സ്പേസ് കിട്ടണമെന്ന് വിചാരിക്കാം. അതായത് ഇപ്പൊ പോസ്റ്റ് ടൈറ്റിൽ എന്നുള്ളത്, ഓക്കെ, പോസ്റ്റ് ടൈറ്റിൽ എന്നുള്ളത് ദിസ് ഈസ് എ ബ്ലോഗ് പോസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു എലമെന്റിനെയാണ് നമ്മൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നത്, ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് കുറച്ചൊന്ന് എന്ത് ചെയ്യണം, എനിക്ക് ഉള്ളിൽ നിന്ന് കുറച്ച് സ്പേസ് ഇടണം. അതായത് ഞാനത് ഉദ്ദേശിച്ചത് പാഡിങ് 12 പിക്സൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡിഫറൻസ് നോക്കണം. ഇവിടെ ഇപ്പം കണ്ടില്ലേ, ഉള്ളിൽ നിന്നാണ് കുറച്ച് സ്പേസ് കൂടുതൽ. 24 ആക്കി കഴിഞ്ഞാൽ ഉള്ളിൽ നിന്നാണ് സ്പേസ് കൂടുതൽ. അതായത് ഇവിടുന്ന് ടോപ്പ് നിന്ന് 24, ഇവിടുന്ന് 24, ഇവിടുന്ന് 24, ഇവിടുന്ന് 24. ഓക്കെ ഓക്കെ. അപ്പൊ പാഡിങ് ഓൺ ഇതേപോലെ തന്നെ എന്താണ് ഷോർട്ട് ഹാൻഡ്സ് ഉണ്ട്. പാഡിങ് ലെഫ്റ്റ് ആണ് ആക്ച്വലി, പാഡിങ് ലെഫ്റ്റ്, പാഡിങ് റൈറ്റ്, പാഡിങ് ടോപ്പ്, പാഡിങ് ബോട്ടം എന്നാണ് ആക്ച്വലി വരുന്നത്. മൊത്തം സിമിലർ ആണെങ്കിൽ നമുക്ക് പാഡിങ് ഒറ്റ വാല്യൂ കൊടുത്ത 4 സ്ഥലത്തും അത് ആക്ച്വലി വരും. ഇതാണ് മാർജിനും പാഡിങ്ങും. ഇനി ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ ഞാൻ മാർജിൻ, ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ ഒന്നും മാർജിൻ ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പൊ ഞാൻ റീഫ്രഷ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഇവിടെ ഒരു മാർജിൻ ഉണ്ട്, ഇവിടെ നിന്നൊക്കെ കുറച്ച് മാർജിൻസ് ഉണ്ട്. അതിപ്പം ക്രോം എടുത്താൽ ഒരു മാർജിൻ ആയിരിക്കും, ഫയർഫോക്സ് എടുത്താൽ ഒരു മാർജിൻ ആയിരിക്കും, ആൻഡ് സഫാരി ആപ്പിളിലുള്ള ബ്രൗസേഴ്സ് എടുത്തു കഴിഞ്ഞാൽ വേറൊരു മാർജിൻ ആയിരിക്കും. അങ്ങനെ എല്ലാത്തിലും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതെല്ലാം നമുക്ക് കൺസിസ്റ്റന്റ് ആക്കാൻ പറ്റില്ല. നമുക്ക് ആക്ച്വലി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞൊരു സെലക്ടർ, അതായത് നമ്മുടെ പേജിലുള്ള എല്ലാ എലമെന്റിനെയും സെലക്ട് ചെയ്യും. ഓക്കെ, നമ്മളുടെ പേജിലുള്ള എല്ലാ എലമെന്റിനെയും സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോ സെറ്റ് ചെയ്യാണ് മാർജിൻ 0, പാഡിങ് 0. ഇപ്പൊ എന്ത് ചെയ്തു, അത് മുഴുവൻ പോയി. ആ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്തു, പോയി. ഇപ്പം ഓൾറെഡി ഉണ്ടായിരുന്ന എല്ലാം പോയി. ഇനി എനിക്ക് കൃത്യമായിട്ട് ഇവിടെ മാർജിൻ 12 പിക്സൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 12 പിക്സൽസ് മാർജിൻ വന്നു. മാർജിന് പകരം ഞാൻ ഓക്കെ പാഡിങ് ഒരു 20 പിക്സൽസ് കൊടുത്തിട്ട് ഒരു 12 പിക്സൽസ് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആക്ച്വലി എനിക്ക് ഭയങ്കര ചുമയായി, കൊറോണയല്ല എന്ന് പ്രതീക്ഷിക്കും. എനിവേ ഓക്കെ, നമ്മളിവിടെ മാർജിനും പാഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, സ്റ്റാർ എന്ന് പറഞ്ഞാൽ എല്ലാം, എവ്രിതിങ്. ഇപ്പൊ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ ബോഡി മുതൽ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും വരെ എന്ത് സംഭവിക്കും, ആ സ്റ്റാർ എന്നുള്ള സാധനം അപ്ലിക്കബിൾ ആവും. ഓക്കെ, ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതിനൊക്കെ അപ്ലിക്കബിൾ ആവും, ഏതിനൊക്കെ അപ്ലിക്കബിൾ ആവില്ല എന്നുള്ളതൊക്കെ. ആക്ച്വലി CSS കുറിച്ചിട്ട് നമുക്കൊരു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ജസ്റ്റ് ഒരു 2 hours ഒതുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. എനിവേ ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ മാർജിനും പാഡിങ്ങും സെറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് don't do this.
ചെയ്യരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർ എന്നുള്ള സെലക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താണ് ഇൻസഫിഷ്യൻറ്റ് മീൻസ് ഇൻഎഫിഷ്യൻ്റ് ആണ്, ഭയങ്കര സ്ലോ ആയിട്ടുള്ള സാധനം. ഇപ്പം നമുക്ക് ചെറുതായതുകൊണ്ട് മനസ്സിലാകുന്നതല്ല, ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ പെർഫോമൻസിനെ അഫക്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര ചാൻസ് ഉള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ ബട്ട് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് CSS റീസെറ്റ്സ് എന്ന് പറയും. CSS റീസെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഓരോ ബ്രൗസർ ഡിഫോൾട്ട് ആയിട്ട് പലതും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഞാനിത് ഇവിടെ കൊടുക്കുന്നില്ലെങ്കിൽ, ഓക്കെ, ഇത് ഇവിടെ കൊടുക്കുന്നില്ലെങ്കിൽ അത് ഈ ബ്രൗസർ തന്നെ ഓട്ടോമാറ്റിക്കലി കുറെ ഈ ഒരൊറ്റ സ്റ്റൈലും ഇല്ലെങ്കിലും ഈ മാർജിൻ കാര്യങ്ങളൊക്കെ ഓക്കെ, ഇപ്പം ബ്രൗസർ തന്നെ ഒരുപാട് മാർജിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് മാർജിനും കാര്യത്തിന് മാത്രമല്ല, ഒരുപാട് ഇതേപോലത്തെ ഡിഫോൾട്ട് ആയിട്ടുള്ള സ്റ്റൈൽസ് ഓരോ ബ്രൗസേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് CSS റീസെറ്റ്സ്. അതിൽ ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് normalize.css. ഓക്കെ, അപ്പോൾ CSS റീസെറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റൈലും റിമൂവ് ചെയ്യും. നോർമലൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും സെയിം ആയിട്ട് ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സാധനം വെക്കും. ഓക്കെ, എല്ലാത്തിലും കൺസിസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു CSS ഫയൽ നമുക്ക് വേണ്ടി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ മുഴുവൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു പുതിയൊരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ അതിനെ നോർമലൈസ് അല്ലെങ്കിൽ മേക്ക് consistent.css ഞാൻ കൊടുക്കാം. അവിടെ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ index.html നമുക്ക് എന്ത് ചെയ്യാം, /css/make consistent.css എന്നുള്ളത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലുള്ള മാർജിൻ പോയിട്ടുണ്ട്, പക്ഷെ ടോപ്പും ബോട്ടത്തിൽ മാർജിൻ വന്നിട്ടുണ്ട്. ഇത് ഏത് ബ്രൗസർ എടുത്തു കഴിഞ്ഞാലും, ഗൂഗിൾ ക്രോം എടുത്തു കഴിഞ്ഞാലും, അങ്ങനെ ഏത് ബ്രൗസർ എടുത്തു കഴിഞ്ഞാലും സെയിം ആയിരിക്കും. ഇപ്പം നിങ്ങൾ ഇവിടെ ഈ ഒരു സാധനം നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. എന്താണ് ലൈൻ ഹൈറ്റ് എന്നുള്ളത്? ഇപ്പോൾ ലൈൻ ഹൈറ്റ് എന്നുള്ള സാധനം ഞാൻ പറയാൻ മറന്നുപോയി. ജസ്റ്റ് ഇപ്പം നമ്മുടെ ഈ പോസ്റ്റ് ബോഡി ഉണ്ടല്ലോ, ഞാനിവിടെ പോസ്റ്റ് ബോഡി ലൈൻ ഹൈറ്റ് ഒരു 100 പിക്സൽസ് കൊടുത്തു കഴിഞ്ഞാൽ 2 ലൈന് തമ്മിലുള്ള ഹൈറ്റ് ആണ്. ഇപ്പം ഞാനൊരു 20 പിക്സൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും, അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ആ ഒരു ഇത് കാണുന്നത്, അതായത് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ പാരഗ്രാഫ് ആഡ് ചെയ്യാം. ഒരു സിറ്റുവേഷനിൽ ലൈൻ ഹൈറ്റ് ഈ ലൈൻസ് തമ്മിലുള്ള ഹൈറ്റ് ആണ് ലൈൻ ഹൈറ്റ് എന്നുള്ള പ്രോപ്പർട്ടി. ഇതേപോലത്തെ ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും കാണുന്ന അറിയാത്തൊരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി എന്താ സാധനം എന്നുള്ളത്. ഇത് ബ്രൗസർ പ്രീഫിക്സ് ആണ്, അത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പം ബോഡി മാർജിൻ 0, റിമൂവ് ദ മാർജിൻ ഇൻ ഓൾ ബ്രൗസേഴ്സ്. ഓക്കെ, ഇതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം H1-ന് ഏത് ബ്രൗസർ എടുത്തു കഴിഞ്ഞാലും ഫോൺ സൈസ് 2M ആക്കുന്നു. M എന്നുള്ളത് പിക്സൽസ് പോലത്തെ ഒരു യൂണിറ്റ് ആണ്. അത് നമുക്ക് യൂണിറ്റ്സിനെ കുറിച്ച് സംസാരിക്കാം. മാർജിൻ ഉണ്ട്. ഇതേപോലെ കുറച്ച് എന്താണ് ഡിഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് സ്റ്റൈൽസ് കൊടുക്കും. അതാണ് ആക്ച്വലി ഈ മേക്ക് കൺസിസ്റ്റന്റ് എന്നുള്ള ഒരു സാധനം ചെയ്യുന്നത്. അതായത് normalize.css എന്നുള്ള ഒരു ഫയൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ആവശ്യകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആൾക്കാർ, നിങ്ങളെ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോമിൽ യൂസ് ചെയ്യുന്നുണ്ടാവാം, ഇത്
ഫയർഫോക്സിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് ഇതിൽ ബ്രൗസേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിലെല്ലാം കൺസിസ്റ്റന്റ് ആക്കുന്ന കുറച്ച് സ്റ്റൈൽസ് ആണ് നമ്മൾ ആക്ച്വലി മേക്ക് കൺസിസ്റ്റന്റ് എന്നുള്ള ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് normalize.css എന്നൊരു ഫയലായിരുന്നു. ഓക്കെ, ആക്ച്വലി ഇപ്പൊ നമ്മുടെ ടൈം അത്യാവശ്യം ആയിട്ടുണ്ട്. പക്ഷെങ്കിൽ നമുക്കിതിന് CSS കുറിച്ച് കുറച്ചും കൂടി പറയാനുണ്ടായിരുന്നു. നമ്മൾ ഇന്നൊരു എക്സസൈസ് ഉണ്ടായിരുന്നു, അതിപ്പോ സമയം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞാൽ നമുക്ക് റെഡിയാക്കാം, സ്റ്റോപ്പ് ആക്കാം. ഓക്കെ, പോസ്റ്റ് ബോഡി. ഓക്കെ, ഈ ഒരു ഇതിൽ നമ്മൾ മാർജിനും പാഡിങ്ങും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് സിറ്റുവേഷനിൽ ഡിവിനെ കുറിച്ച് പറയാം. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, എനിക്ക് ഈ സാധനം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലോഗിന്റെ എന്താണ് ബോഡിയാണ്. അതിനെ എനിക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യണം. ആ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ടാഗാണ് div എന്ന് പറയും. ഓക്കെ, ഇത് ഞാൻ മുഴുവൻ കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ഓക്കെ div എന്നുള്ള നിങ്ങൾക്ക് കാണാം, ഇതൊരു പോസ്റ്റ് ബോഡി എന്നുള്ളത് ഒരു div എന്നുള്ളത് അതൊന്ന് ഗ്രൂപ്പ് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ടാഗിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റൈൽ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പോസ്റ്റ് ബോഡി എന്നുള്ളത് അതാണ്, ഈ മൊത്തത്തിലുള്ള സാധനമാണ്. ഇപ്പൊ ഞാനിത് ഗ്രേ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഗ്രേ ആണെന്ന് മനസ്സിലായി. ഇവിടെ ഞാൻ കുറച്ച് പാഡിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാഡിങ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കുറച്ചുകൂടി കൊടുക്കാം, പാഡിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പൊ ഇത് മൊത്തത്തിലൊരു ഗ്രൂപ്പായി വന്നത്, അതാണ് ഡിവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനിവിടെ മാർജിൻ ടോപ്പ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, കുറച്ചധികം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഇത് വന്നിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇതൊക്കെ റിമൂവ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്യാം. ഇവിടെ കളർ വൈറ്റ് ഉള്ളത് റിമൂവ് ചെയ്യാം. ഓക്കെ, ആക്ച്വലി ഇവിടെ പാഡിങ് എനിക്ക് വേണ്ടി ഇപ്പൊ ഇവിടെ പാഡിങ് ടോപ്പ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് പാഡിങ് ടോപ്പ് 0 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മുകളിലോട്ടേക്ക് ആയി. ഇനി ഇത് നമുക്ക് കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോസ്റ്റ് ബോഡി ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഫോണ്ട് സൈസ് 24 ഭയങ്കര കൂടുതലാണ്. ഈ ഒരു ഇതിലാണുള്ളത് വെച്ചാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ഒരു ഫോണ്ട് ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ഫോണ്ട് ഏതെങ്കിലും എടുത്തിട്ടുണ്ടോ? നോട്ട്സ് നമുക്ക് ജസ്റ്റ് ഒരു ഫോണ്ട് കൂടി ഇട്ടിട്ട് ടാറ്റോ എന്നുള്ളത് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യുന്ന ഒരു ഫോണ്ടാണ്. നമുക്ക് റെഗുലറും എടുക്കാം, ബോൾഡും എടുക്കാം. ഓക്കെ, സാധനം ഇവിടെ വന്നു, നമുക്കിവിടെ അത് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഫോണ്ട് ഫാമിലി സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ മുഴുവൻ ലാറ്റോ ആണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ബോഡിക്ക് ഫോണ്ട് ഫാമിലി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനും അത് അപ്ലിക്കബിൾ ആയിരിക്കും. ആ ഫോണ്ട് ഇത് മാറിയിട്ടുണ്ട്. ഇതിപ്പം ഓക്കെ, ഇപ്പൊ നമുക്ക്
ഒരു 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 മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ഇത് ഭയങ്കര ലെങ്ത് ഉണ്ട്, ഭയങ്കര വലിഞ്ഞിട്ടല്ലേ ഉള്ളത്. അപ്പൊ അത് ചുരുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഓക്കെ ബോഡിക്ക് നമുക്കൊരു ഒരു സാധനമുണ്ട്, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സ് വിഡ്ത്ത് എന്ന് പറഞ്ഞ ഒരു സാധനം. മാക്സ് വിഡ്ത്ത് 1020 ഒരു 764 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ ഒരു ഇത് റെഡിയായി. നെക്സ്റ്റ് എന്ന് പറഞ്ഞത് സെൻറ്റർ ചെയ്യണം. സെൻറ്റർ ചെയ്യാൻ പറ്റില്ല, ടെക്സ്റ്റ് തന്നെ മെയ്ബി വർക്ക് ചെയ്യുമെന്ന് ജസ്റ്റ് നോ. ഒരു കാര്യമുണ്ട്, മാർജിൻ 0 ഓട്ടോ എന്ന് കൊടുത്താൽ മതി. അതായത് ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും 0, ലെഫ്റ്റും റൈറ്റും മാർജിൻ ഓട്ടോ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള ഒരു സാധനം റെഡിയാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടീസും അത് തന്നെയാണ്. സോ ആക്ച്വലി ഇന്ന് സമയമായതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. ആക്ച്വലി കുറച്ചുകൂടി പറയാനുണ്ടായിരുന്നു. ഫ്ലക്സ് ബോക്സ് എന്നുള്ള ഒരു സാധനം കൂടി കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വെബ്സൈറ്റും ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മളൊരു എക്സസൈസ് ചെയ്യായിരുന്നു. സോ ഇന്നിപ്പം 6 മണി ആയതുകൊണ്ട് ലെറ്റ്സ് ജസ്റ്റ് ഇപ്പം തൽക്കാലത്തേക്ക് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു.